ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്ക് സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. നമുക്ക് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം. ഭക്തരെല്ലാവരും ലൈവിൽ വരുന്നവരെ നമുക്ക് കീർത്തനം ചെയ്യാം. ജയ രാധാ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ जय कुंज बिहारी जय गोपी जन वल्लभ जय गोपी जन वल्लभ जय गिरिवरधारी जय गिरिवरधारी जय राधा माधव जय कुंज बिहारी जय राधा माधव जय कुंज बिहारी जय गोपी जन वल्लभ जय गोपी जन वल्लभ जय गिरिवरधारी जय गिरिवरधारी यशोदानंदन ब्रज जनरंजन यशोदानंदन ब्रज जनरंजन यशोदानंदन ब्रज जनरंजन यशोदानंदन ब्रज जनरंजन यमुना तीरवनचारी यमुना तीरवनचारी जय कुंज बिहारी जय कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्ण। गोलोकिया प्रेमधरा हरि राम संकीर्तन की जय। नमाचार्य श्री हरिदास ठाकुर की जय। श्री बाबा जी की जय। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ॐ अज्ञानतिमिरन्धस्य ज्ञानाञ्जनशलाकाय चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले
സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗുണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഗണലളിതാ ശ്രീവിശാഖാന്വിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാദാമധായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനി. ശ്രീവാഷവാനബി ദേവി ദയിതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗവിരുദാപസിദ്ധാന്തദ്വന്ദ്വഹാരിണി. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രലംബരസാംഭൂതേ പാദാംബുജായിതേ നമോ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനി ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതിമത്സർവസ്വപാദാംബുജോ രാധാമദനമോഹനം ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ്രത്നാകാരസിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പൃഷ്ഠാലഭിസേവ്യമാനുസ്മരാമി. ശ്രീമൻരാസരസാരംഭീ വംശീവടത്തടസ്ഥിത കർഷൻ വേണുസ്വനൈർഗോപൈർഗോപിനാഥ ശ്രീസ്തുന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം രാം ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലങ്കായതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യം ഈശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. നമ്മൾ ശ്രീമദ് ഭാഗവത്തിലെ 3ാമത്തെ സ്കന്ധമാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രഹ്മദേവൻ 4 കുമാരന്മാരെ സൃഷ്ടിക്കുകയാണ്. 4 കുമാരന്മാരോട് ബ്രഹ്മദേവൻ പറയുകയാണ് സൃഷ്ടികർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. പക്ഷേ 4 കുമാരന്മാരും അതിൽ താല്പര്യം പ്രകടിപ്പിക്കാറില്ല. എന്നിട്ടിവർ പറഞ്ഞു, നമുക്ക് കൂടുതലും മോക്ഷമാർഗത്തിലാണ് താല്പര്യം, അതിലോട്ട് പോകാനാണ് നമുക്ക് താല്പര്യം എന്നാണ് കുമാരന്മാർ പറയുന്നത്. അപ്പോൾ ബ്രഹ്മദേവന് ദേഷ്യമാകുകയാണ്. പക്ഷേ കുമാരന്മാരുടെ ഭാഗത്ത് ശരിയാണെന്നും ബ്രഹ്മദേവൻ അറിയാം. കാരണം എന്താ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം ഇതൊന്നുമല്ല എന്ന് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. എന്നാണോ അത് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ബോധ്യമാകുന്നത്, അപ്പോൾ പിന്നെ നമ്മളോട് ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ആധ്യാത്മിക ജീവിതമാണ് നമ്മുടെ ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തും. പക്ഷെ ഒരാൾ പുറമേ നിന്ന് എപ്പോഴും പറയേണ്ട ഒരവസ്ഥ ആധ്യാത്മിക കാര്യത്തിനുണ്ട്, ഇത് ചെയ്യൂ അത് ചെയ്യൂ, ഇത് ചെയ്തോ അത് ചെയ്തോ എന്ന് നോക്കുന്നതിൻ്റെ അർത്ഥം എന്താ, ഉള്ളിൻ്റെ ഉള്ളിൽ ഇതുവരെയും ആധ്യാത്മിക കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല എന്നാണ്.
നമുക്ക് എന്നാണോ അത് പൂർണ്ണമായിട്ടും ബോധ്യപ്പെടുന്നത് അന്ന് നമ്മൾ ഭക്തിയിൽ ഉറച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 4 കുമാരന്മാരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവർ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിലും അതിൽ തെറ്റില്ല, അത് ധർമ്മം തന്നെയാണ്. ഇപ്പോൾ ബ്രഹ്മദേവൻ സ്വയം സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ്. ഇത് കഴിഞ്ഞ കുറേ സത്സംഗത്തിൽ ഞാൻ പറഞ്ഞതാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണ വേണം. നമ്മൾ ജീവിക്കുന്നത് താൽക്കാലിക ലോകത്താണ്. ഇത് താൽക്കാലിക ശരീരമാണ്, താൽക്കാലിക ജീവിതമാണ്. ആ താൽക്കാലികത്വം നമ്മുടെ ഹൃദയത്തിൽ ഉറയ്ക്കണം. നമ്മൾ ഗൃഹസ്ഥ ജീവിതത്തിലാണെങ്കിലും വിരക്തിയുടെ മാർഗത്തിലാണെങ്കിലും ഈ ശരീരം താൽക്കാലികമാണ് എന്ന് വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കണം. എങ്കിൽ മാത്രമേ വിരക്തി അങ്ങോട്ട് സ്ട്രോങ് ആവും. വിരക്തി സ്ട്രോങ് ആയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ കൗപീനത്തിനോട് പോലും ആസക്തി തോന്നുന്നതാണ് പറയുന്നത്. നമുക്ക് നമ്മുടെ വസ്ത്രത്തിനോട് പോലും ആസക്തി തോന്നുന്നതാണ് പറയുന്നത്. എല്ലാം ഉപേക്ഷിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് നമ്മുടെ ശരീരമായിട്ടുള്ള ആസക്തിയിൽ നിന്നും ഞാൻ എൻ്റേത് എന്നുള്ളൊരു ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ പറ്റിയില്ല എങ്കിൽ എപ്പോഴും പ്രശ്നമാണ്. അന്നേരം ഇതിനെക്കുറിച്ചൊരു ചരിതം പറയുന്നു, അഷ്ടവക്ര മുനിയുടെ ശിഷ്യരെക്കുറിച്ച്. ഇത് രാമാനുജാചാര്യരുടെ ശിഷ്യരെക്കുറിച്ചാണെന്നും പറയുന്നുണ്ട് ആചാര്യന്മാർ. 2 രീതിയിൽ നമുക്ക് കേൾക്കാൻ പറ്റി. പക്ഷേ കൂടുതലും ആധികാരികമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്നത് രാമാനുജാചാര്യരുടെ ശിഷ്യർ എന്നുള്ള രീതിയിലാണ്. രാമാനുജാചാര്യരുടെ ശിഷ്യരിൽ ഒരു ഗൃഹസ്ഥ ഭക്തനുണ്ടായിരുന്നു. ഒരു കൂട്ടം, ബാക്കി എല്ലാവരും വൈരാഗ്യ മാർഗത്തിലാണ്, വിരക്തിയുടെ മാർഗത്തിലാണല്ലോ. എന്നാൽ ഈ വിരക്തിയിലിരിക്കുന്ന ഭക്തർക്ക് ഗൃഹസ്ഥ ഭക്തരോട് ഒരു അസൂയ. എന്തുകൊണ്ട്? രാമാനുജാചാര്യർ എന്ത് പറഞ്ഞാലും ഉടനെ പറയും, ഇവരെ കണ്ടുപിടിക്കൂ, ഈ ഗൃഹസ്ഥരെ കണ്ടുപിടിക്കൂ, ഗൃഹസ്ഥരെ കണ്ടുപിടിക്കൂ. പക്ഷെ അതേ സമയത്ത് ഗൃഹസ്ഥരോട് എന്താ പറയുന്നത്? വിരക്തിയിലുള്ളവരെ കണ്ടുപിടിക്കും, വിരക്തി. അതവർക്ക് അറിഞ്ഞൂടെ. ഗുരു എപ്പോഴും അങ്ങനെയാണ്. എന്തിനാണ് അത് പറഞ്ഞു തരുന്നത്? ഗൃഹസ്ഥരെ കണ്ടോ, ഇത്രയൊക്കെ ആയിട്ടും അവർ സേവനം ചെയ്യുന്നത് കണ്ടോ എന്ന് വിരക്തിയിലുള്ളവരോട് പറയും. അന്നേരം നിങ്ങൾ എന്തുമാത്രം സേവനം ചെയ്യണം എന്ന് പറയും. അതേപോലെ വിരക്തിയിലിരിക്കുന്നവരോട് ഗൃഹസ്ഥരോട് എന്താ പറയുന്നത്? ഇവർ കണ്ടില്ലേ, ഇവരുടെ ജീവിതം മുഴുവൻ ഭഗവാന് വേണ്ടി സമർപ്പിച്ച് കണ്ടില്ലേ, അതെന്തുകൊണ്ട് നിങ്ങൾക്കും അന്നേരം അത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, നിങ്ങളെ കൊണ്ട് മാക്സിമം ചെയ്യണ്ടേ. അങ്ങനെയാണ് പൊതുവെ ഗുരു ശിഷ്യരെ ഓരോ ശിക്ഷണങ്ങൾ നൽകുന്നത്, നമുക്ക് പ്രചോദനം ലഭിക്കാൻ വേണ്ടി. അന്നേരം അതേപോലെ അദ്ദേഹം എപ്പോഴും പറയുമ്പോഴും പക്ഷേ വിരക്തിയിലുള്ളവർക്ക് പൊതുവെ സ്വാഭാവികമായിട്ടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു അഹങ്കാരം വരാനുള്ള സാധ്യതയുണ്ട്. അത് നമ്മൾ നിയന്ത്രിക്കണം. ബ്രഹ്മചര്യ വ്രതത്തിലും സന്യാസ വ്രതത്തിലും ഇരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെക്കാട്ടിയും ഒരുപാട് ഉയരങ്ങളിലാണ് എന്നുള്ളൊരു ധാരണ നമ്മുടെ ഉള്ളിൽ വരും. അങ്ങനെ ആണെങ്കിൽ പോലും നമ്മളങ്ങനെ ചിന്തിക്കരുത്. ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഉപദേശങ്ങൾ കൊടുക്കാം. പക്ഷേ ഇപ്പോൾ ഞാനൊരു സന്യാസി ആയതുകൊണ്ട് ഭക്തർക്ക് ഓരോ വ്യക്തികളും അടിയൻ്റെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ പറ്റും. പക്ഷെ അതിൽ ഞാൻ അഹങ്കരിക്കുകയാണെങ്കിൽ പിന്നെ എൻ്റെ കാര്യം പോക്കാണ്, എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം. അഹങ്കരിക്കാനായിട്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല. ഇപ്പോൾ സാക്ഷാൽ ശ്രീല പ്രഭുപാദ്ജി പോലും ഇത്രയും പ്രചരണമൊക്കെ ചെയ്ത് അദ്ദേഹം പറയുന്നത്, ഞാൻ എപ്പോഴും എൻ്റെ ഗുരുവിൻ്റെ ദാസൻ മാത്രമാണ്. ഗുരുവാണ് എൻ്റെ മുമ്പിൽ ഓരോ വ്യക്തികളെ അയച്ചതും അവർക്ക് എന്താ പറയുന്നത്, ഈ സേവനം ചെയ്യാനുള്ള അവസരം എനിക്ക് നൽകുന്നതും ഗുരുവാണ്. അങ്ങനെ ഒരു ബോധത്തിലാണ് പ്രഭുപാദ്ജി എപ്പോഴും ഇരിക്കുന്നത്. ശ്രീ ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പോലും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശിഷ്യർ വരുമ്പോഴെല്ലാം അദ്ദേഹം പറയുന്നത് ദാസോസ്മി, ഞാൻ നിങ്ങളുടെ ദാസനാണ് എന്നാണ് ഒരു പറയുന്നത്. കാരണം എന്താ, മുന്നിലൊരു ജീവാത്മാവ് ഭഗവാനെക്കുറിച്ച് അന്വേഷിച്ച് വരികയാണ്, ഭഗവാന്റെ സേവനം ചെയ്യാൻ താല്പര്യത്തോടു കൂടി വരികയാണ്. അന്നേരം അതിനുള്ള അവസരം നൽകുകയാണ് ഒരു ഗുരു ചെയ്യുന്നത്. ഗുരു അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ശിഷ്യരൊരിക്കലും ചിന്തിക്കരുത് നമ്മുടെ ദാസനാണ് ഗുരു എന്ന് ചിന്തിക്കുന്നു. ശിഷ്യരെന്താ ചിന്തിക്കേണ്ടത്? ഭഗവാന്റെ പ്രതിനിധീകരിക്കുന്നു, ഭഗവാന്റെ നിർദ്ദേശങ്ങൾ എനിക്ക് ലഭിക്കുന്ന ഇദ്ദേഹത്തിലൂടെയാണ് എന്ന് ചിന്തിക്കുന്നു. എന്നിട്ട് ഗുരു എന്താ ചിന്തിക്കേണ്ടത്? ഞാനിവരുടെ ദാസനാണ്, ഭഗവാനും എൻ്റെ ഗുരുവാണ് ഈ ശിഷ്യരെ എൻ്റെ മുമ്പിൽ അയച്ചിരിക്കുന്നത്. അന്നേരം എൻ്റെ കർത്തവ്യം എന്താണ്? ഭഗവാന്റെ സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കുക. അന്നേരം ഇതേപോലെ രാമാനുജാചാര്യരുടെ ശിഷ്യരെയും ശിക്ഷണങ്ങൾ നൽകാൻ രാമാനുജാചാര്യർ ആഗ്രഹിച്ചിരുന്നു.
അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഗൃഹസ്ഥരെ കണ്ടു പഠിക്കൂ, ദൈവരെ കണ്ടില്ലേ, ഇത്രയും ഗൃഹസ്ഥ ജീവിതത്തിൽ ഇരുന്നിട്ടും അവർ ഇത്രയും ഭക്തിയൊക്കെ പരിശീലിക്കുന്നുണ്ടില്ലേ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇവർക്ക് അസൂയ തോന്നി. ഇവർ അന്നേരം അത് രാമാനുജാചാര്യർ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം വിചാരിച്ചു, ഇവർക്ക് എന്തായാലും ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ രാമാനുജാചാര്യർ ശിഷ്യരോട് പറഞ്ഞു, ആശ്രമത്തിൽ നല്ല ചിലവും ഇതൊക്കെയാണ്, ഭയങ്കര പ്രശ്നമാണ്, നമുക്ക് കുറച്ച് കാശിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. ഒരു കാര്യം ചെയ്യും, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകും, അവർ കിടന്നുറങ്ങുവാണ്. ആ സമയത്ത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ദേഹത്ത് ആഭരണങ്ങളുണ്ട്, അതൊക്കെ എടുത്തുകൊണ്ട് വരണം. പേടിക്കണം, നമ്മളിങ്ങനെ ചെയ്യാറില്ല. അന്നേരം ശിഷ്യർ ചെന്നു. അന്നേരം അദ്ദേഹം കിടന്നുറങ്ങുമായിരുന്നു, ഭാര്യ കിടന്നുറങ്ങുമായിരുന്നു. അപ്പോൾ ഈ ശിഷ്യരെല്ലാം അവിടെ വീട്ടിൽ കയറി. എന്നിട്ട് ആരും അറിയാതെ ഭാര്യയുടെ കയ്യിൽ നിന്നും കാലിൽ നിന്നൊക്കെ എന്താ പറയുക ആഭരണങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്, കഴുത്തിൽ നിന്നൊക്കെ ആഭരണങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇങ്ങനെ ഭാര്യ ഇങ്ങനെ കിടക്കുകയാണ്. അന്നേരത്തേക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭാര്യ ഇങ്ങോട്ടങ്ങ് തിരിഞ്ഞ ഉടനെ ശിഷ്യരെല്ലാവരും കൂടെ ഓടി എന്നുള്ളതാണ്. അവരെല്ലാവരും ഓടി, ആഭരണങ്ങൾ കൊണ്ട് ഓടി. എന്നിട്ട് എന്തോ പറയുന്നേ, ഇത് എടുത്തതിന് ശേഷം അവരുടെ പ്രതികരണം എന്താണെന്നും നിങ്ങൾ നോക്കാനും കൂടെ പറഞ്ഞു. അങ്ങനെ ശിഷ്യരെല്ലാവരും ഒളിച്ചിരിക്കുകയാണ്, എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഭർത്താവ് ഭാര്യയെ വഴക്കുറയുകയാണ്. നിനക്കറിഞ്ഞൂടായിരുന്നോ അവർ നമ്മുടെ ഗുരുവിൻ്റെ ശിഷ്യരാണെന്ന്? പിന്നെ നീ എന്തിനാണ് തിരിഞ്ഞത്? അതുകൊണ്ടല്ലേ അവർക്ക് പേടിയായിട്ട് അവർ ഓടിയതല്ലേ? ആശ്രമത്തിൽ എന്തോ അത്യാവശ്യം കാണും, അതുകൊണ്ടല്ലേ അവരിത് കൊണ്ട് നീ തിരിഞ്ഞ എന്തിനാന്ന് വെച്ചു. ഉടനെ ഭാര്യയുടെ മറുപടിയാണ് ഏറ്റവും രസമേ, അല്ല അവർ ഒരു കയ്യിലെ വളകൾ മാത്രമേ എടുത്തുള്ളൂ, ഇപ്പുറത്തും വളകളുണ്ട്, ആ വളകളും കൂടെ എടുക്കാൻ വേണ്ടി ഞാൻ തിരിഞ്ഞത്. ഇത് കേട്ട ഉടനെ ശിഷ്യർക്ക് ഇത് വന്നിട്ട് ഗുരുവിൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരത്തേക്ക് തന്നെ ഏകദേശം പകുതി മനസ്സിലായി ഗൃഹസ്ഥ ഭക്തർ എന്തുവാണ്, അവരുടെ ഭാവം എന്തുവാണ് സേവനത്തിന് എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ ഇനി ഇവർക്കായിട്ടൊരു പാഠം കൊടുക്കണ്ടേ. ഉടനെ ശിഷ്യരോട് എല്ലാവരോടും പറഞ്ഞു, എന്തോ പറയുന്നേ, ആശ്രമത്തിൽ എല്ലാവരും ഇരിക്കുക. അന്നേരത്തേക്ക് ഗുരു പറഞ്ഞു, ഇത് രാമാനുജാചാര്യരുടെ ബന്ധം. ഇനി ഞാൻ പറയാൻ പോകുന്നത് അഷ്ടവക്ര മുനിയായിട്ട് ബന്ധപ്പെട്ട കഥയാണ്. അതിൽ പറയുന്ന വേറൊരു ഡിഫറെൻറ്റ് രീതിയിൽ പറയുന്നുണ്ട്. അതിലെങ്ങനെയാണ് പറയുന്നത് വെച്ചാൽ, ജനക മഹാരാജാവെന്ന് തോന്നുന്നു. അന്നേരം ജനകരാജ്യത്തിലുള്ള എല്ലാ രാജാക്കന്മാരെയും ജനകൻ എന്നാണ് പറയുന്നത്. അന്നേരം ഇതേപോലെ ഹരേ കൃഷ്ണ. അന്നേരം ശിഷ്യർക്ക് ഇദ്ദേഹത്തിനോട് അസൂയ. കാരണം അഷ്ടവക്ര മുനി പറയുമ്പോഴെല്ലാം അദ്ദേഹത്തെ കണ്ടുപിടിക്കും, ആ രാജാവിനെ കണ്ടുപിടിക്കും. അദ്ദേഹം രാജാവായിട്ട് പോലും ഇത്രയും ഭക്തിയും സേവനം, അതുകൊണ്ട് ഇവർക്കും അസൂയ. അവസാനം അഷ്ടവിക്ര മുനി അവിടെ ആശ്രമത്തിലായിരുന്നു. അവിടെ ഇരിക്കുന്ന സമയത്ത് ശിഷ്യരോട് പറഞ്ഞു, ജനക മഹാരാജാവ് അകത്ത് പൂജാമുറിയിൽ ഭഗവാന്റെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, ജപിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ചെന്നിട്ട് പറയൂ, ഖജനാവിൽ തീ പിടിച്ചു എന്ന് പറയാം. ശിഷ്യർ ഓടി ചെന്നത്, രാജാവേ ഖജനാവിൽ തീ പിടിച്ചു. ഇവിടെ ഒരു മാറ്റവും ഇല്ലെന്നുള്ള ആളവിടെ ജപിച്ചുകൊണ്ടിരിക്കുക, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ, ഒരു മാറ്റമില്ല. വീണ്ടും പറഞ്ഞു, ഖജനാവിൽ തീ പിടിച്ച എല്ലാം തീരുമോ എന്ന് പറഞ്ഞിട്ട് ഒരു മാറ്റവും ഇല്ലെന്നുള്ള.
പറഞ്ഞ് പറഞ്ഞ് പഠിത്തതല്ല, ആൾക്കും ഒരു കൂസലില്ല, ആൾ അവിടെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ശിഷ്യർ വന്നിട്ട് പറഞ്ഞു, ജനകപരാശരുടെ അടുത്ത് പറഞ്ഞ ആൾക്കൊരു മാറ്റമില്ല, ആൾക്ക് വട്ടായി തോന്നുന്നു. എന്നിട്ട് ശിഷ്യർ ഓടാൻ തുടങ്ങി. അന്നേരം ഉടനെ കഷ്ടമൊക്കെ എന്താ ഓടുന്നതെന്ന് പറഞ്ഞു. അല്ല, ഖജനാവിന്റെ അടുത്താണ് നമ്മൾ കോപ്പീന് ഉണക്കായിട്ട്, അവിടെയാണ് നമ്മുടെ മുറി, അവിടെ കോപ്പീന് ഉണക്കായിട്ടിട്ടുണ്ട്, അതെല്ലാം കൂടെ കത്തിപ്പോലെ. അന്നേരം മുനി പറയും, ആള് ഗ്രഹസ്ഥനാണ്, ആൾക്ക് ഖജനാവിനോട് പോലും ആസക്തിയില്ല. നിങ്ങൾ വിരക്തിയിലാണ്, കോപീനത്തിനോട് ആസക്തി. ഇതാണ് നിങ്ങളും അവരുമായിട്ടുള്ള വ്യത്യാസം. അന്നേരം ആ തീ എന്ന് പറയുന്നത് അഷ്ടവക്ര മനിയുടെ സിദ്ധിയാൽ സൃഷ്ടിച്ചു തരുന്നത്, അത് തീയെ കടഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഗൃഹസ്ഥ ജീവിതത്തിലാണെങ്കിലും വിരക്തിയിലാണെങ്കിലും നമുക്ക് ഒന്നിനോടും അറ്റാച്ച്മെന്റ് പാടില്ല, ഒരു കോപീനത്തിനോടും ഒരു അറ്റാച്ച്മെന്റ് പാടില്ല. പിന്നെ അന്നേരം പുറമേ നമുക്ക് എല്ലാം ഉപേക്ഷിക്കാൻ പറ്റും, അത് വളരെ എളുപ്പമാണ്. ഇനി ചില വ്യക്തികൾ പറയും, വിരക്തിയിലിരിക്കുന്നവർ ഇങ്ങനെയാണെങ്കിൽ അതിനെക്കാട്ടി നല്ലത് നമ്മളല്ലേ, അങ്ങനെയും ചിന്തിക്കാറുണ്ട്. അത് ശരിയാകത്തില്ല നമ്മുടെ ഭാഗത്തുനിന്ന്. കാരണം ഗൃഹസ്ഥര് വിരക്തിയിലുള്ളവരെ ബഹുമാനിക്കണം, വിരക്തിയിലുള്ളവർ ഗൃഹസ്ഥരെയും ബഹുമാനിക്കണം. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഗൃഹസ്ഥ ഭക്തര് അവരുടെ ജീവിതത്തിൻ്റെ, അവരുടെ കഴിവിൻ്റെ പരമാവധി ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ ശ്രമിക്കണം. വിരക്തിയിലിരിക്കുന്നവരോ അവരുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കണം. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഗൃഹസ്ഥ ഭക്തര് ഒരിക്കലും ഗൃഹസ്ഥരെ അല്ല പ്രചോദനമായിട്ട് കാണേണ്ടത് ഭക്തിയിൽ പുരോഗമിക്കാൻ. വിരക്തിയിലിരിക്കുന്നവരെയാണ് പുരോഗമിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. സന്യാസിയെ കണ്ടില്ലേ, ബ്രഹ്മചാരിയെ കണ്ടില്ലേ, ബാബാജിമാരെ കണ്ടില്ലേ, അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു പുല്ലും വേണ്ടെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. എന്നാണോ ഭഗവാനെ എൻ്റെ ആസക്തിയൊക്കെ പോകുന്നത്? അങ്ങനെയായിരിക്കണം ഗൃഹസ്ഥ ഭക്തി. അന്നേരം എന്തോ ഒരു ഉന്മേഷം വരും. യെസ്, എനിക്കും ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അന്നേരം വിരക്തിയിലിരിക്കുന്നവർ, കണ്ടില്ലേ ഞാൻ സന്യാസിയാണ്, നിങ്ങളൊക്കെ വെറും തുച്ഛ ഗൃഹസ്ഥർ, അങ്ങനെയല്ല ചിന്തിക്കട്ടെ. അന്നേരം നമ്മളും പതീതരാം. അന്നേരം ഗൃഹസ്ഥരും സന്യാസിമാരും എന്താ ചിന്തിക്കേണ്ടത്? കണ്ടില്ലേ, ഗൃഹസ്ഥ ജീവിതത്തിൽ ഇരുന്നിട്ടും കുടുംബജീവിതത്തിൽ ഇരുന്നിട്ടും ഇവർ ഇത്രയും ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്നില്ല, നമസ്കരിക്കുന്നു ഇങ്ങനെയുള്ള ഗൃഹസ്ഥരെ. അപ്പോൾ എന്താവും? കറക്റ്റ് പെർഫെക്റ്റ് ആവുന്നില്ല. യാഥാർത്ഥ്യമാണത്. അന്നേരം ഗൃഹസ്ഥ ജീവിതത്തിലിരിക്കുന്ന ഭക്തര് വിരക്തിയിലിരിക്കുന്നവരിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളണം. എന്നിട്ട് ക്രമേണ ആ വിരക്തിയിൽ മുന്നേറാൻ ശ്രമിക്കണം. ഭഗവാന് വേണ്ടി സർവസ്വം സമർപ്പിക്കണം. മെഴുകുതിരി പോലെ ഉരുകി ജീവിതം ഹോമിക്കണം ഭഗവാന് വേണ്ടി. അതാണ് ഒരു വിരക്തിയിലിരിക്കുന്ന ഒരു ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഈ ലോകത്തിന് വേണ്ടി സർവ്വം സമർപ്പിക്കും, ഒന്നും നമുക്ക് വേണ്ടി ബാക്കി, എല്ലാം കൊടുക്കണം. അതാണ് പ്രഭുപാജിയുടെ ശിഷ്യരും ശീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ എത്രയോ ശിഷ്യർ, അവരുടെ ജീവിതം അങ്ങനെയാണ്. അവരുടെ ആരോഗ്യമോ അവരുടെ സുരക്ഷത്തിന് വേണ്ടി ഒന്നും കൂട്ടി വയ്ക്കാറില്ല. എല്ലാം ഭഗവാന്റെ സേവനത്തിന് വേണ്ടി സമർപ്പിക്കുക. ലോകത്തിൻ്റെ മുമ്പിൽ ലോകത്തിലുള്ളവരെ ആ ബദ്ധ അവസ്ഥയിൽ നിന്ന് ഉയർത്തി ആത്മീയമായിട്ട് ഉയർത്താൻ വേണ്ടി അവർ സർവസ്വം ഹോമിക്കുക എന്നുള്ളതാണ്. അന്നേരം അങ്ങനെയുള്ള വിരക്തിയിലിരിക്കുന്ന ഭക്തരിൽ നിന്നും ഗൃഹസ്ഥ ഭക്തർ പ്രചോദനം ഉൾക്കൊള്ളുന്നു. എന്നിട്ട് വിരക്തിയിലിരിക്കുന്ന ഭക്തർ എത്ര വിരക്തനാണെങ്കിലും ഒരിക്കലും ഗൃഹസ്ഥ ഭക്തരെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തുച്ഛമായിട്ട് കാണരുത്, അവരെയും ബഹുമാനിക്കുക. പുറമേ ശിക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവരോട് പറയാം, കുറച്ചും കൂടെയൊക്കെ സേവനങ്ങൾ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം കേട്ടോ, അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കരുത്. കാരണം ഇത് രണ്ടും ഭഗവാന് ഇഷ്ടമല്ല. കാരണം ഭക്തരാണ്. ഭഗവാന്റെ മുമ്പിൽ ഏത് ഗൃഹസ്ഥൻ, ഏത് സന്യാസി, ഏത് ബ്രഹ്മചാരി, ഏതാണ് ഏത് പെണ്ണ്, നമ്മൾ ഗോലോകത്ത് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും വൈഷ്ണവർ തന്നെയാണ്. ഇവിടെ ജാതിയില്ല, മതമില്ല,
രാജ്യം ഏതെന്നോ അങ്ങനെ ഒന്നുമില്ല, മൃഗമെന്നോ മനുഷ്യരെന്നോ ഒന്നുമില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും ഭഗവാന്റെ ഭക്തർ തന്നെയാണ്. അതുകൊണ്ട് ശരീരം കൊണ്ട് ഏത് ഉപാധികൾ നമുക്കുണ്ടെങ്കിലും അതൊന്നും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് ശരീരം കൊണ്ട് നമ്മൾ ബ്രഹ്മചാരിയാണെങ്കിൽ, ഗൃഹസ്ഥനാണെങ്കിൽ, വാനപ്രസ്ഥയാണെങ്കിലും, സന്യാസിയാണെങ്കിലും അതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം. പക്ഷേ ബ്രഹ്മചാരിയാവുമ്പോൾ ബ്രഹ്മചര്യ വ്രതം പാലിക്കണം, ഗൃഹസ്ഥനാവുമ്പോൾ ഗൃഹസ്ഥൻ്റേതായിട്ടുള്ള ധർമ്മങ്ങൾ പാലിക്കണം, വാനപ്രസ്ഥയാവുമ്പോൾ വാനപ്രസ്ഥയുടെ ധർമ്മങ്ങൾ പാലിക്കണം, സന്യാസിയാകുമ്പോൾ സന്യാസിയുടെ ധർമ്മങ്ങൾ പാലിക്കണം. ആ വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ഭക്തിയും ഭഗവാന് വേണ്ടിയുള്ള സേവനങ്ങളും കൂടുതൽ കൂടുതൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം, പരിശ്രമിക്കണം. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അന്നേരം അതാണ് ഇവിടെയും മനസ്സിലാവാൻ പറ്റുന്നത്. അന്നേരം ബ്രഹ്മദേവന് ഭഗവാൻ ഒരു ഡ്യൂട്ടി കൊടുത്തു, സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടാൻ. അതേ ഡ്യൂട്ടി തന്നെ 4 കുമാരന്മാർക്ക് ബ്രഹ്മദേവൻ കൊടുത്തു. അന്നേരം ബ്രഹ്മദേവനോടെങ്കിൽ ചിന്തി, ഈ 4 കുമാരന്മാർ എന്തോ ഈ ഷോ കാണിക്കുന്ന വിരക്തിയിൽ. ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അതായത് ഗൃഹസ്ഥ ജീവിതത്തിലിരിക്കുന്ന ഭക്തര് അവരുടെ ഉള്ളിൽ ഒരു ചിന്ത വരും, ഈ വിരക്തിയിലിരിക്കുന്നവരൊക്കെ ഒരു ഉപയോഗമില്ലാത്തവരാണ്, ഉപയോഗശൂന്യരാണ്. അവർ വിചാരിക്കും, എന്തുവാ സുമന്ത്ര, ഹരേ കൃഷ്ണ. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 കുമാരന്മാരോട് ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മങ്ങളിലേക്ക് ഏർപ്പെടാനാണ് പറയുന്നത്. പക്ഷെ 4 കുമാരന്മാർ വിസമ്മതിക്കുകയാണ്. ഒരു പ്രഭുജി പറയുന്ന, അങ്ങനെ ആരും പറയില്ല സ്വാമി. അങ്ങനെ പറയാറുണ്ട് പ്രഭുജിക്ക് അറിയാത്തതുകൊണ്ടാണ്. അന്നേരം ഗൃഹസ്ഥ ജീവിതത്തിൽ ഇരിക്കുന്ന ഭക്തർ ചിലപ്പോൾ ബ്രഹ്മചാരികളെയോ സന്യാസികളെയോ അല്ലെങ്കിൽ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പൂർണ്ണമായിട്ടും അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ച ഭക്തരെ കാണുമ്പോൾ അവർ ഉപയോഗശൂന്യരാണെന്ന് ചിന്തിക്കും. അവർ വെറുതെ ആശ്രമത്തിൽ ഇരുന്ന് ഇങ്ങനെ തിന്നും നടക്കുകയാണ് എന്ന് പറയും. മറ്റുള്ളവരുടെ ചെലവിൽ ജീവിക്കുന്ന വ്യക്തികളാണ് എന്ന് ചിന്തിക്കും. അങ്ങനെയുള്ള ഒരു ചിന്ത പാടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ അവരെ കാണേണ്ടത് അവരുടെ ജീവിതം ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പൊതുവെ വ്യക്തികൾ ചിന്തിക്കുന്നത്, ഞാൻ ഇതിനെക്കുറിച്ചൊരു ഉദാഹരണം പറഞ്ഞിരുന്നു. അതായത് അശോക ചക്രവർത്തിയുടെ അളിയൻ, അദ്ദേഹം ഒരു ബുദ്ധ സന്യാസിയെ കളിയാക്കി. ബുദ്ധ സന്യാസി വന്ന സമയത്തിന് വെറും അപമാനിക്കുകയും വളരെ അപഹാസ്യമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇത് കേട്ടപ്പോൾ അശോക ചക്രവർത്തിക്ക് വലിയ ദേഷ്യമായി. അദ്ദേഹത്തിന് ബുദ്ധ സന്യാസിമാരോട് ഭയങ്കര ബഹുമാനമായിരുന്നു. അന്നേരം അതായത് അദ്ദേഹം ഈ ഉദ്ദേശത്തിലാണ് പറഞ്ഞത്, നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, പിന്നെ നിങ്ങൾക്ക് ആരോഗ്യമൊക്കെ ഉണ്ടല്ലോ, പുറത്തു പോയി എന്തെങ്കിലും ജോലി ചെയ്തൂടെ എന്നൊക്കെ ഉള്ള രീതിയിൽ. കാരണം ആ സന്യാസി വന്ന് ഭിക്ഷ എടുക്കാനാണ്. അന്നേരം മിക്ക വ്യക്തികളും ചിന്തിക്കുന്നത്, സന്യാസിമാരോ വിരക്തിയിലിരിക്കുന്ന ബ്രഹ്മചാരികളോ ബാബാജിമാരോ അവരൊക്കെ അവരുടെ ഉപജീവനത്തിന് വേണ്ടിയാണ് ഭിക്ഷ എടുക്കുന്നത് എന്നാണ് പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്നത്. അതാണ് നമ്മൾ മാറ്റേണ്ടത്. അവർക്ക് എന്ത് ചെയ്ത് വേണമെങ്കിലും ജീവിക്കാം, പക്ഷേ അത് ആ തീരുമാനം അവർ മാറ്റി. അത് നമ്മളോട് ചെയ്യുന്ന കാരുണ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ശുകദേവ് ഗോസ്വാമി അദ്ദേഹം എല്ലാ ദിവസവും ഒരു വീട്ടിൽ മാത്രമേ പോകാറുള്ളൂ, അതും പശുവിൻ്റെ പാല് കറക്കുന്ന ആ സമയം വരെ. എന്തിനു വേണ്ടി? പാല് കുടിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം മഹായോഗി മഹാസിദ്ധനുമാണ്. അദ്ദേഹം പാലെന്ന് പറയുമ്പോഴേ കയ്യിൽ പാല് വരും.
അദ്ദേഹത്തിന് അസാധ്യമായിട്ട് എന്താണുള്ളത്? പക്ഷേ എന്തിനു വേണ്ടി ആ വീട്ടിലേക്ക് പോകുന്നു? ആ വീട്ടിലുള്ളവരോട് കാരുണ്യം കാണിക്കാൻ വേണ്ടി. കാരണം ആ പശുവിനെ കറക്കുന്ന ആ സമയത്തിൻ്റെ ഉള്ളിൽ ഭഗവാനെക്കുറിച്ച് 2 വാക്ക് പറയണം. അന്നേരം അങ്ങനെയുള്ള സന്യാസി വര്യന്മാരെയും വിരക്തിയിലിരിക്കുന്നവരെ കാണുമ്പോൾ ഗൃഹസ്ഥർ ചിന്തിക്കണം, ഓ, ഇവർക്ക് ഇങ്ങനെയൊക്കെ പറ്റുമല്ലേ, ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലേ ഈ ലോകത്ത്, ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ടല്ലേ. ഈ ഒരു പ്രായത്തിലും അവർക്ക് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് വരാൻ പറ്റുമെങ്കിൽ, ഈ ചെറുപ്രായത്തിൽ ഇതൊക്കെ ഉപേക്ഷിക്കാൻ പറ്റുമെങ്കിൽ, നമ്മളെപ്പോലെ ഇവർ കുടുംബജീവിതത്തിൽ ഇരിക്കുന്നതിന് പകരം എല്ലാം ത്യജിച്ചിട്ട് അത് ഇത്രയും വർഷങ്ങളായിട്ട് ഭഗവാന് വേണ്ടി എല്ലാം സമർപ്പിച്ചിരിക്കുന്നു, അതൊരു വലിയ കാര്യം തന്നെ, നമ്മളെക്കൊണ്ട് പറ്റാത്ത കാര്യമാണ്. അതായത് അങ്ങനെ ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിരക്തിയിലിരിക്കുന്നവർ ഗൃഹസ്ഥരുമായിട്ട് ഇടപെടുന്നത്. അല്ലാതെ അവർക്ക് അവരുടെ കാര്യം മാത്രം നോക്കി എവിടെ വേണമെങ്കിലും ഇരിക്കാം. അവർക്ക് ഭക്ഷണത്തിനോടോ സുഖഭോഗങ്ങളോടോ ഒട്ടും താല്പര്യമില്ല. അവരെന്തിനു വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതോ ഗൃഹസ്ഥരോട് കാരുണ്യം കാണിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതിനെക്കുറിച്ച് ഭക്ത പ്രഹ്ലാദനും പറയുന്നുണ്ട്. നരസിംഹസ്വാമി പറഞ്ഞു, എന്താ മോനെ നിനക്ക് വേണ്ടത്, എൻ്റെ ഭക്തിയിൽ ഞാൻ സംപ്രീതനാണെന്ന് പറഞ്ഞു. പ്രഹ്ലാദ മഹാരാജ് പറയുകയാണ്, എനിക്ക് വേണ്ടി ഒന്നും വേണ്ട ഭഗവാനെ, ഏതൊരവസ്ഥയിലും അങ്ങേ സ്മരിക്കാനുള്ള കോൺഫിഡൻസ് എനിക്കിപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു. കാരണം ആ രീതിയിലുള്ള ട്രെയിനിങ് കിട്ടിയിരിക്കുന്നു. വലിയ കൊക്കയിന്ന് താഴെ ഇട്ട് നോക്കി, കത്തിച്ചു കൊല്ലെന്ന് നോക്കി, എല്ലാ ട്രെയിനിങ്ങും കിട്ടി. ഏതവസ്ഥയിലും ഭഗവാനെ സ്മരിക്കുന്ന അവസ്ഥയിൽ ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും ഞാൻ അങ്ങേ സ്മരിച്ച് എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എന്തായാലും ഞാൻ അങ്ങയുടെ അടുത്ത് എന്തായാലും എത്തും. പക്ഷേ മായയിൽ മുങ്ങിയിരിക്കുന്ന ഗൃഹസ്ഥരെക്കുറിച്ച്, അവിടെ ഗൃഹസ്ഥർ എന്നുള്ളത് ഗ്രഹമേതി എന്നാണ് ഉദ്ദേശിച്ചത്. വിവാഹം കഴിക്കുന്ന എല്ലാവരും ഗൃഹസ്ഥരല്ല. ഭഗവാനെ സ്മരിച്ച് ജീവിക്കുന്നവരാണ് ഗൃഹസ്ഥർ, ഭഗവാനെ ഉദ്ദേശിച്ച് ജീവിക്കുന്നവരാണ് ഗൃഹസ്ഥർ. പക്ഷെ ഭഗവാനെ മറന്ന് സുഖഭോഗങ്ങളിൽ ഏർപ്പെട്ട് ജീവിക്കുന്നവരെ ഗ്രഹമേദികൾ എന്നാണ് പറയുന്നത്. അന്നേരം അവിടെ പ്രഹ്ലാദൻ പറയുന്നു, നമ്മൾ മനസ്സിലാക്കണം, പ്രഹ്ലാദനും ഗൃഹസ്ഥനാണ്. ഒന്നാലോചിച്ചു. അന്നേരം അദ്ദേഹം അത് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആരെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്? ഭഗവാനെ മറന്ന് ജീവിക്കുന്നവർ, പേരിന് വേണ്ടി മാത്രം ഭക്തി പരിശീലനം, ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഭക്തി തത്വങ്ങളെ ഒന്ന് പാലിക്കുന്നു. അമ്പലത്തിൽ പോകുന്നു വരുന്നു, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വലിയ ഭക്തരാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ചിന്തിക്കുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താ? ഈ എന്താ പറയുന്നത്, വീട്ടിലെ കാര്യങ്ങൾ നന്നായി നടക്കുമോ, അത് നടക്കുമോ, ഇത് നടക്കുമോ, ഇങ്ങനെ കുറേ ലിസ്റ്റുമായിട്ട് ഭഗവാന്റെ അടുത്ത് പോകുന്നു. അതാണ് ഗ്രഹമേദികൾ എന്ന് പറയുന്നത്. ഇനി അതിനെക്കാട്ടി താഴ്ന്നു കിടക്കുന്ന ഗ്രഹമേദികളാണ് ഭഗവാനെക്കുറിച്ച് ഒരു നാമം പോലും ജപിക്കാതെ വെറും മായൽ മങ്ങിയിരിക്കുന്ന ജീവി. അന്നേരം ഇങ്ങനെയുള്ള ഗ്രഹമേദികളെ ഉദ്ദേശിച്ച് ഭക്ത പ്രഹ്ലാദൻ പറയുകയാണ്, അങ്ങനെയുള്ള ഗ്രഹമേദികളെ കുറിച്ച് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ സത്സംഗ് ചല ധീരെ ബാത് കറോ. അന്നേരം അങ്ങനെയുള്ള ഗ്രഹമേദികളെ കുറിച്ചാണ് എനിക്ക് ടെൻഷൻ, എനിക്ക് ഏറ്റവും കൂടുതൽ വേവലാതി എന്നാണ് ആര് പറയുന്നത്? ഭക്ത പ്രഹ്ലാദൻ പറയുന്നത്. സുമന്ത്ര വേഗം വരൂ. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സുഖഭോഗങ്ങളിൽ മഗ്നരായിട്ടിരിക്കുന്ന വ്യക്തികളെ ഉണർത്താനും ഉയർത്താനും വേണ്ടിയാണ് വിരക്തിയിലുള്ള ഭക്തർ. പക്ഷേ വിരക്തിയിലുള്ളവർ സ്വയം ഒരിക്കലും അഹങ്കരിക്കാനും പാടില്ല. ഗൃഹസ്ഥരെ കാട്ടി നമ്മൾ ഒരുപാട് ഉയരത്തിലാണ്. മനസ്സിലായില്ലേ? ഉയരം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിരക്തിയുടെ അടിസ്ഥാനത്തിലല്ല, പുറമെ എത്ര ഉപേക്ഷിച്ചു എന്നല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എത്രത്തോളം ഉപേക്ഷിച്ചു എന്നാണ്. പുറമെ എല്ലാം ഉപേക്ഷിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ചുള്ള അഭിവാഞ്ച എന്ന് പറഞ്ഞാൽ തനി മലയാളത്തിൽ പറയാൻ കൊതികൾ, ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊതി സൂക്ഷിച്ചു വെച്ചിട്ട് ഇത് ചെയ്യാനുള്ള അത് ചെയ്യാനുള്ള അത് ഇങ്ങനെ. അന്നേരം അത് പോകാതെ രക്ഷയില്ല. അത് ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട്. പുറമേ നമ്മളെല്ലാം ഉപേക്ഷിച്ചു, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നും അഭിവാഞ്ചകളെ ഇങ്ങനെ പുലർത്തിക്കൊണ്ടിരിക്കുന്നു, നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ മിഥ്യാചാരി എന്നാണ് പറയുന്നത്. കള്ളം, കാപട്യം എന്നാണ് പറയുന്നത്. ഇനി വേറൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു സന്യാസി വര്യനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സന്യാസ വേഷം ധരിച്ച ഒരു വ്യക്തിയിൽ നിന്നോ
നെഗറ്റീവായിട്ടൊരു എക്സ്പീരിയൻസ് വരാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും അവരെ ക്രൂശിക്കാൻ വേണ്ടി. ഞാൻ കപട സന്യാസിമാരെയും കൂടെ ഉദ്ദേശിച്ച് പറയുകയാണ്. അവരെ പറയാം, കണ്ടില്ലേ എല്ലാ സന്യാസിമാരും കള്ളന്മാരാണ്, അങ്ങനെ ഒരു മുദ്ര കുത്തുന്നില്ല. അന്നേരം നമ്മൾ മനസ്സിലാക്കണം, 1 2 അല്ലെങ്കിൽ എല്ലാവരും 99 സന്യാസിമാരും തെറ്റുകൾ ചെയ്തു. അതിൻ്റെ അർത്ഥം 100ാമത്തെ ആളും തെറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ ഈ പരമ്പര എന്ന് പറഞ്ഞാൽ വലിയ വലിയ മഹാ ആചാര്യന്മാരുടെ പരമ്പരയാണ്. അവരെല്ലാം സന്യാസിവര്യന്മാർ, വിരക്തിയുടെ മാർഗത്തിലിരിക്കുന്നവർ. അവരുടെ ചരിത്രം നമ്മൾ ഇന്നും ഓർക്കാറുണ്ട്. അവർ ഈ ലോക സമൂഹത്തിന് വേണ്ടി അവരുടെ ജീവിതം ഹോമിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ സമാധാനത്തോടുകൂടി ഇരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളിത് പറയുമ്പോഴും എത്രയോ ഋഷിമാർ ഹിമാലയത്തിലും വൃന്ദാവനത്തിലും ഒക്കെ നാമം ജപിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ജപിക്കുന്ന ആ ജപത്തിൻ്റെ ബലമാണ് ഈ സത്വഗുണം ഈ ലോകത്തിൽ നിലനിർത്തുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഈ കലിയുഗത്തിലുള്ള ഓരോ ആൾക്കാരുടെ സ്വഭാവം വെച്ച് ഇതെന്നെ അവസാനിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അവരെ നിസ്സാരമായിട്ട് കാണരുത്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷെ അതേ സമയത്ത് വിരക്തിയിലിരിക്കുന്നവർ ഗൃഹസ്ഥരെയും തുച്ഛമായിട്ട് കാണാൻ പാടില്ല. ഇനി ഗൃഹമേദിയാണെങ്കിൽ പോലും നമ്മളെക്കാട്ടിയും ഏറ്റവും താഴ്ന്ന അവസ്ഥയിൽ സുഖഭോഗങ്ങളിൽ മഗ്നരായിട്ടിരിക്കുന്നവരാണെങ്കിലും അവരെ നോക്കിയിട്ട് എന്തൊരു ജീവിതമാണ്, നായനക്കിയ ജീവിതം, എന്ത് ജീവിതം, അങ്ങനെ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾ തിന്നും കുടിച്ചോ ഉറങ്ങിയും ലൈംഗികബന്ധത്തിൽ ഏർപ്പെട്ടും ജീവിക്കുകയാണ്. നിങ്ങൾ എന്ത് ജീവിതം, നരകത്തിൽ പോകും നിങ്ങൾ ഉറപ്പായിട്ടും. നിങ്ങളുമായിട്ട് ഒരു ബന്ധം നമുക്ക് പാടില്ല. നിങ്ങളെ കണ്ടാലേ കുളിക്കണം, അങ്ങനെയുള്ള രീതിയിൽ ഒന്നും പറയരുത്. നമ്മളെക്കാട്ടിയും താഴ്ന്നിരിക്കുന്ന വ്യക്തികളെ നമ്മൾ കാരുണ്യം കാണിക്കണം. അതെങ്ങനെയാണ് കാരുണ്യം കാണിക്കുന്നത്? അവരുടെ കൂട്ടത്തിൽ നിന്ന് അവരുടെ കൂട്ടത്തിൽ അവരെ പോലെ ജീവിക്കുക എന്നതല്ല. അവരെ ഭക്തിയിൽ ഉയർത്താൻ വേണ്ടി ശ്രമിക്കുക, സൗഹൃദത്തിലൂടെ അവരുമായിട്ട് അടുത്ത് നിന്നുകൊണ്ട് അതിനെ ഉയർത്തുക. നമ്മൾ മാനസികമായിട്ടോ അവരിൽ നിന്ന് അകന്നാലോ അല്ലെങ്കിൽ നമ്മുടെ പെരുമാറ്റത്തിൽ നിന്നും അവരെ അകറ്റി നിർത്തിയാലോ അവർ പിന്നെ ഒരിക്കലും ഭക്തിയിൽ വരത്തില്ല. നമ്മളൊരു വഴി തുറന്നു കൊടുക്കണം അവർക്ക് ഭക്തിയിൽ പുരോഗമിക്കാൻ വേണ്ടി. ഇത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അവരിതൊക്കെ ചെയ്യുന്നത് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ്. തീർച്ചയായിട്ടും അറിഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? കാരണം ആത്മാവിന് ഭഗവാനുമായിട്ട് എപ്പോഴും ഒരു ബന്ധമുണ്ടെന്നുള്ളതാണ്. ആ ബന്ധത്തെ അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരോട് എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ട്. എല്ലാ ജീവാത്മാക്കൾക്കും ഭഗവാനുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ തിരിച്ചറിയാൻ അവരെ സഹായിക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. അതവർ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ജപിക്കാൻ പറയേണ്ട ആവശ്യമില്ല, സേവനം ചെയ്യാൻ ഇത് ചെയ്യുക അത് ചെയ്യുക, ഒന്നും പറയേണ്ട ആവശ്യമില്ല. കറക്റ്റായിട്ട് എല്ലാം ചെയ്യും. എന്തുകൊണ്ടാണ്? കർത്തവ്യം ഒന്ന് ബോധ്യപ്പെട്ടു, ഭഗവാനായിട്ട് ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ്. അതുവരെ ഇങ്ങനെ പുറകെ നടക്കേണ്ടി വരും. അതാണ് നമ്മൾ മനസ്സിലായത്. അന്നേരം ഇവിടെ വിരക്തിയിലിരിക്കുന്ന 4 കുമാരന്മാർ സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടാത്തത് കൊണ്ട് ബ്രഹ്മദേവന് ദേഷ്യമായി. പക്ഷെ അറിയാമായിരുന്നു ഇവരുടെ ഭാഗത്തുനിന്ന് ശരിയാണ്. അതുകൊണ്ട് ദേഷ്യം പുറമെ പ്രകടിപ്പിച്ചില്ല. ഇനി 4 കുമാരന്മാർക്കോ അവർക്കും അറിയാം സൃഷ്ടികർമ്മങ്ങളിൽ ഏർപ്പെടണം. അവർ സൃഷ്ടികർമ്മങ്ങൾ എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടിയല്ല അവർ വിരക്തിയുടെ മാർഗം സ്വീകരിച്ചത്. അവർ വിരക്തിയുടെ മാർഗം സ്വീകരിച്ചത് സൃഷ്ടികർമ്മങ്ങളെക്കാട്ടിയും ഉയർന്നൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ വേണ്ടി. ഇവിടെയാണ് ഭക്തരെ പല വ്യക്തികളും തെറ്റിദ്ധരിക്കുന്നത്. ഞാനിപ്പം പറഞ്ഞ പോലെ വിരക്തിയിലിരിക്കുന്നവരെ തെറ്റിദ്ധരിക്കുന്നത് എന്താണ്? ഇവർ തിന്നും കുടിച്ചും ഉറങ്ങി മറ്റുള്ളവരുടെ കാശിൽ എന്തോ ഓസിന് പുട്ടടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ, ഓസികൾ എന്നൊക്കെ വിളിക്കുക. സത്യം പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാവരും ഓസികളാണ്. ഭഗവാന്റെ വസ്തുവകൾ ഓസിനടിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഭഗവാന്റെ കാരുണ്യത്തിലാണ് ജീവിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ കാരുണ്യം ഇല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ശ്വസിക്കുന്ന വായു, വെളിച്ചം, ചൂട് എല്ലാം ഭഗവാനാണ് നല്ലത്. അതിനെന്തെങ്കിലും രൂപ ഭഗവാൻ ചാർജ് ചെയ്യുന്നുണ്ടോ? അതിന് കൊടുക്കാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ ശരീരം പോലും അദ്ദേഹത്തിൻ്റെ ദാനമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഓസിനാണ് താമസിക്കുന്നത്. പക്ഷെ ചില വിഡ്ഢികൾ, ചില സ്വാർത്ഥന്മാർ അവരുടെ അധികാരമോഹം കൊണ്ട് ഭഗവാന്റെ വസ്തുവകളെ അവരുടേതാക്കി മാറ്റുകയാണ്. എന്നിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന് കാശ് മേടിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ലോകത്തിൽ കാശിൻ്റെ ആവശ്യമില്ല. സത്യം അതാണ്.
ഭഗവാൻ എല്ലാം ഫ്രീ ആയിട്ട് വരുമ്പോൾ പിന്നെ നമ്മൾ എന്തിനാണ് കാശ് പിടിക്കുന്നത്? നമ്മൾ ആ വസ്തുവിന്റെ മൂല്യം എന്ന് പറയുന്നു, ആക്ച്വലി വസ്തുവിന്റെ മൂല്യമല്ല അത്. ഫ്രീ ആയിട്ടാണ് എല്ലാം ലഭിക്കുന്നത്. പക്ഷെ ആ മൂല്യം നമ്മുടെ അടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി സർവീസ് ചാർജ് എന്ന് പറഞ്ഞാണ് മേടിക്കുന്നത്. പക്ഷെ സർവീസ് ചാർജിന് പകരം അത് ആ പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അടിച്ച് ഏൽപ്പിക്കുന്നത് എല്ലാവരും. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ കാശിന്റെ ആവശ്യമില്ല ഈ ലോകത്ത്. അത് വ്യവഹാര ലോകത്തിലെ ഒരു ഭാഗം തന്നെ ഉള്ളൂ. പക്ഷെ യഥാർത്ഥത്തിൽ പരമോന്നതനായിട്ടുള്ള ആ ഈശ്വരൻ, ഈശാവാസ്യം ഇതം സർവം, ഈ പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ്. അദ്ദേഹം എല്ലാവർക്കും എല്ലാം നൽകിയിരിക്കുകയാണ്. ഒരു പക്ഷപാതമൊന്നും കാണിക്കാതെ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുത്തിരിക്കുകയാണ്. അന്നേരം ആ ഒരു സിദ്ധാന്തത്തെ പഠിപ്പിച്ചു തരികയാണ് വിരക്തിയിലുള്ളവർ. അല്ലാതെ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം മാത്രം മതി അവരുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ടി. അവർക്ക് ശരീരത്തിനോട് പോലും താല്പര്യമില്ല. അന്നേരം അങ്ങനെയുള്ളവർ ഗൃഹസ്ഥ ഭക്തരെ ആശ്രയിക്കുന്ന എന്തിനാണ്? ഗൃഹസ്ഥ ഭക്തർക്ക് ഒരു അവസരം കൊടുക്കുക. കാരണം അങ്ങനെയെങ്കിലും ഇവരൊരു സമ്പർക്കം അവരുമായിട്ടുണ്ടാവട്ടെ എന്നാണ്. ഇപ്പോൾ വളരെ സിമ്പിളാണ്. ഒരു വിരക്തിയിലുള്ള ഒരു വ്യക്തി വന്നിട്ട് ഒരാളുടെ വീട്ടിൽ വന്നിട്ട്, എടേ നിങ്ങളൊക്കെ മായല കേട്ടോ, ഇതൊന്നും ശരിയല്ല, എത്ര കാലമായി, ഒരു നാണും മാനും ഇല്ലേ എന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും കേൾക്കും? എന്ത് ജീവിതമാണോ ഇതൊക്കെ ഉപേക്ഷിച്ചൂടെ എന്നൊക്കെ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലാവും. അതിന് പകരം അവരെന്ത് ചെയ്യും? നമ്മളിങ്ങനെ ഒരു ആശ്രമമുണ്ട്, ഇവിടെ കുറച്ച് സേവനങ്ങളൊക്കെ ഉണ്ട്, എന്തെങ്കിലും ഒരു ദാനം ചെയ്യുമോ? എന്നിട്ട് എൻ്റെ കൂടെ വന്നിട്ട് സഹായം ചോദിച്ചു, ഞാൻ ആരാണ് മോൻ? അന്നേരം പൊതുവെ മുന്നിലൊരാൾ വന്ന് സഹായം തേടുമ്പോൾ ഒന്നാമതെ ഇവർ അഹങ്കാരത്തിലാണ് ഇരിക്കുന്നത്. അന്നേരം കുറച്ചും കൂടെ അഹങ്കാരം കൂടും. കൊടുക്കുന്നത് ചിലപ്പോൾ 100 രൂപയായിരിക്കും. 100 രൂപ നിസ്സാരമാണെന്നല്ല പറയുന്നത്. പക്ഷെ അഹങ്കാരം, ഈഗോ എന്ന് പറഞ്ഞാൽ എത്രത്തോളം ഉയരാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് പറ്റും? ഇവർ എൻ്റെ മുമ്പിൽ ഇത്രയും തലകുനിച്ച് വന്നേല്ലേ, ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഒരു 100 രൂപ എടുത്ത് കൊടുക്കുക. റെസിപ്റ്റ് എഴുതിക്കോ, റെസിപ്റ്റ് കറക്റ്റല്ലേ റെസിപ്റ്റൊക്കെ എന്നൊക്കെ പറഞ്ഞു. അന്നേരം എന്ത് പറ്റും? ആ രൂപ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി കൊടുക്കുന്നത് കൊണ്ട് എന്തു പറ്റും? ഇവർക്ക് അനുഗ്രഹം കിട്ടും. അതാണ് അവിടെ ആ ഒരു കണക്ഷൻ സ്റ്റാർട്ട് ആവുകയാണ്. അന്നേരം അങ്ങനെ മെല്ലെ മെല്ലെ ആ ഒരു വിരക്തിയിലിരിക്കുന്ന ഭക്തനുമായിട്ടുള്ള സമ്പർക്കത്താൽ ഇവരുടെ അഹങ്കാരം ഇങ്ങനെ കുറഞ്ഞു വരും. രജോ ഗുണത്താലാണ് നമുക്ക് ഈ അഹങ്കാരവും ഇതൊക്കെ വരുന്നത്. അന്നേരം ഈ സാത്വികനായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള ഇടപെടലുകൾ കൊണ്ട് ഇവരുടെ ഉള്ളിൽ സത്വഗുണം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ സത്വഗുണം കുറച്ച് വെച്ച് കൂടിയുമ്പോഴത്തേക്ക് ആദ്യം കാലുമേൽ കാല് വെച്ചിട്ടായിരിക്കും ഡൊണേഷൻ തരുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ സ്വാമിജി വരൂ, ഇരിക്കും സ്വാമിജി, ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ എഴുന്നേറ്റിരിക്കും, സ്വാമിജി ഇരിക്കും, ഇങ്ങോട്ട് ഇരുന്നോണ്ട്, പിന്നെ തറയിലിരിക്കും. അതാണ് നമുക്ക് പണ്ടത്തെ രാജാക്കന്മാരെ കാണുന്നത്. സിംഹാസനത്തിൽ ഋഷിവര്യന്മാരെയൊക്കെ ഇരുത്തും. എന്നാൽ ഋഷിമാർ ഞാനാണ് ഇപ്പോഴത്തെ രാജാവ്. ഇല്ല, അവര് ഭഗവാനെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ കുറിച്ച് ചിന്തിക്കുകയും ഭഗവാനോട് ജീവിതം സമർപ്പിച്ച വ്യക്തികൾക്ക് ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ ബഹുമാനമല്ല എന്ന് നമ്മൾ ഓർക്കുക. അത് ഭഗവാന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണെന്ന് ചിന്തിക്കുക. ഒരിക്കൽ പ്രഭുപാദ് UK പോയപ്പോൾ റോൾസ് റോയ്സ് കാർ, അറിയാലോ എത്ര വിലയുള്ള കാറാണ്, നല്ല കോടാനുകോടി രൂപയാകും. അന്നേരം റോൾസ് റോയ്സ് കാറിലാണ് പ്രഭുപാദ് അവിടെ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത്. അന്നേരം ഇത് കണ്ടിട്ട് ബ്രിട്ടീഷുകാർ ഞെട്ടിപ്പോയി. ഒരു ഇന്ത്യൻ സ്വാമിക്ക് ഇത്രയും വിലയോ? പ്രഭുപാദിയുടെ വാച്ച് കോടിക്കണക്കിന് രൂപയുടെ വാച്ചാണ്. ഒന്നായിട്ട് എന്തുവാ അതിന്റെ പേരത്തില്ലോ, എന്തോ ഒരു വാച്ച് ഉണ്ടല്ലോ, എന്തോ ഒരു അല്ല, അതും റോൾസ് എന്നങ്ങണ്ടാന്ന് തോന്നുന്നു, ഏതോ ഒരു പേര്, എന്തോ തൊട്ട്. അന്നേരത്തേക്ക് ആ വാച്ച് പോടാൻ കൂടി അതാണ് പ്രഭുപാദിയുടെ കയ്യിലിരിക്കുന്നത്. അന്നേരം പ്രഭുപാദ് സംസാരിക്കും, റിപ്പോർട്ടർ എല്ലാം കയ്യിലാണ് നോക്കുന്നത്, ഇതെന്തോ. അന്നേരം ഇവര് പൊതുവെ സന്യാസിമാരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, അവര് ഹിമാലയത്തിൽ എവിടെയെങ്കിലും കാട്ടിലിരിക്കുന്നു, ഇതേത് സ്വാമി. അത് UK ആദ്യമായിട്ടാണ്. അമേരിക്കയിൽ കുറെ സ്വാമിമാർ വരാറുണ്ട്. UK പൊതുവെ ഇന്ത്യക്കാർക്ക് പുല്ല് വിലയായിരുന്നു അന്നത്തെ കാലത്ത്. കാരണം 150 വർഷം അവരായിരുന്നല്ലോ ഭരിച്ചിരുന്നത്. അതുകൊണ്ട് ഒരു സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പുല്ല് വിലയാണ്. അതുകൊണ്ടാണ് പ്രഭുപാദ് പറഞ്ഞത്, ഞാൻ UK പോവുകയാണെങ്കിൽ നല്ല സ്റ്റൈലായിട്ട് പോവാം, അമേരിക്കയിൽ പോയത് ചരക്കൊപ്പല്ല.
പോവുകയാണെങ്കിൽ സ്റ്റൈലായിട്ട് പോകും. അതുകൊണ്ട് ആദ്യമേ 4 ശിഷ്യരെ പറഞ്ഞയച്ചു എനിക്ക് വേണ്ടിയുള്ള എല്ലാ സെറ്റപ്പും ചെയ്യാൻ. കാരണം എന്താ, അങ്ങനെ പോലെ അവർ കേൾക്കൂ. അന്നേരം ഇവര് പ്രഭുപാജിയെ കണ്ടിട്ട് പറഞ്ഞ്, സ്വാമിജി യു ആർ എ സന്യാസി, ഹൗ ക്യാൻ യു കം ഇൻ ദിസ് കോസ്റ്റ്ലി കാർസ്? അന്നേരത്തേക്ക് പറഞ്ഞ്, ദിസ് ഇസ് ജസ്റ്റ് എ വെഹിക്കിൾ വിത്ത് റബ്ബർ ആൻഡ് സ്റ്റീൽ. പ്രഭുപാജി പറയുകയല്ല, ഇത് വെറും റബ്ബറിന്റെ ഒരു ടയറും സ്റ്റീലിന്റെ ഒരു ബോഡിയുള്ള ഒരു കാറല്ലേ എന്ന് പറഞ്ഞു. അവിടെ ഭഗവാന്റെ ഇൻ ദ കിങ്ഡം ഓഫ് ഗോഡ് വി ട്രാവൽ ഇൻ ദ ചാരിയറ്റ് മെയ്ഡ് ഓഫ് ഗോൾഡ്. അവിടെ സ്വർണത്തിന്റെ രഥത്തിലാണ് നമ്മൾ ഓടാറുള്ളത്. ഇവിടെ ഗോലോ ഇത് വെറും റബ്ബറിന്റെ സ്റ്റീലിന്റെ എന്തോ ഒരു സാധനം. അത്ര ഇത് കേട്ടപ്പോ അവര് ഞെട്ടിപ്പോ ഇങ്ങനെ ഒരു റിപ്ലൈ അവര്. അതായത് റോൾസ് റോയ്സ് കാറിനോട് പുച്ഛമാണ് പ്രഭുപാജി. അന്നേരം ഇതവരെ ഷോക്ക് ആഗ്രഹിച്ചതല്ല. പിന്നെ അന്നത്തെ കാലത്ത് 1960s ബ്രിട്ടീഷ് ലോകം മുഴുവൻ ഭരിച്ചതുകൊണ്ട് എല്ലാവർക്കും ബ്രിട്ടീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. ഓ ബ്രിട്ടീഷ്, നമ്മൾ തന്നെ അങ്ങനെയല്ലേ ഇപ്പോൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സായിപ്പിനെ കണ്ടാൽ മതി, യെസ് സർ, പ്ലീസ് സർ, സിറ്റ് സർ. ആ സായിപ്പിന്റെ ഒന്നും കാണത്തില്ല, വെറും നക്കി സായിപ്പായിരിക്കും. പക്ഷെ ആ 150 വർഷത്തെ ഭരണം നമ്മുടെ രക്തത്തിലുണ്ട്. നമ്മുടെ പൂർവികനെ ഭരിച്ചതുകൊണ്ട് സായിപ്പിനെയും കാണുമ്പോൾ എന്താണെന്ന് ഇതിൽ ഉള്ളിൽ നിന്നൊരു മതിപ്പാണ്. അതുകൊണ്ടാണ് പ്രഭുപാജി എല്ലാ സായിപ്പുമാരെയും ശിഷ്യരാക്കിയത്. ഞാൻ അവരെ കുറ്റം പറയാൻ, നമ്മുടെ ഗുരു മഹാരാജ് പേരിന് ഇംഗ്ലീഷുകാരനായിട്ട് ജനിച്ചെന്നേ ഉള്ളൂ. അത് ഫുൾ കൃഷ്ണന്റെ ഒരു പ്ലാനാണ്. കാരണം എന്താ, ആദ്യം ബ്രിട്ടീഷുകാരെ കൊണ്ട് ലോകം മുഴുവൻ കീഴടപ്പിച്ചു. അന്നേരം എന്താ, എല്ലായിടത്തും ഇംഗ്ലീഷ് നോർമൽ ലാംഗ്വേജ് ആയി. എല്ലായിടത്തും ഇംഗ്ലീഷ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ ഒരു നാണക്കേടാണ്. കേരളത്തിലാണെങ്കിലും ജപ്പാനിലാണെങ്കിലും റഷ്യയിലാണെങ്കിലും എല്ലായിടത്തും ഇംഗ്ലീഷ് കോമൺ ലാംഗ്വേജ് ആക്കി ഭഗവാൻ. എന്തിനു വേണ്ടി? പ്രഭുപാജിക്ക് പ്രചരണം ചെയ്യാൻ വേണ്ടി. അന്നേരം പിന്നെ വളരെ സിമ്പിളാണ്. ഇനി പ്രഭുപാജിയുടെ ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാലും വളരെ സിമ്പിൾ ഇംഗ്ലീഷാണ്. വലിയ ഇംഗ്ലീഷ് പണ്ഡിതന്മാർക്കും മനസ്സിലാവും, ഇംഗ്ലീഷിന്റെ ഒരു പുല്ല് അറിയാത്ത ആൾക്കാർക്കും ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ആ രീതിയിലുള്ള ഇംഗ്ലീഷാണ് പ്രഭുപാജിയുടെ. എന്നിട്ട് എല്ലാം ബ്രിട്ടീഷുകാരെ കൊണ്ട് കീഴടപ്പിച്ചു, ഇംഗ്ലീഷ് കോമൺ ലാംഗ്വേജ് ആക്കി. പിന്നെ പ്രഭുപാജി വന്നിട്ട് എന്താണ് പ്രചരണം സ്റ്റാർട്ട് ചെയ്തു. വളരെ സിമ്പിൾ, ലോകമെമ്പാടും ഭക്തിയെ പ്രചരിപ്പിച്ച്. ഒന്ന് ആലോചിച്ചു. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് തന്നെയാണ് മഹാപ്രഭുവിന്റെ, ചൈതന്യ മഹാപ്രഭുവിന്റെ പല പാർഷദരും ഇംഗ്ലീഷ് വിദേശ രാജ്യങ്ങളിൽ ജനിച്ചു. പല പാർഷദരും ജനിച്ചിട്ടുണ്ട്. കാരണം എന്താ, നമ്മുടെ സ്വഭാവം എന്താ, നമ്മുടെ നാട്ടിൽ സ്വാമിമാരെ കണ്ട പുല്ലുകല്ലേ, ഇത് എന്തോ സ്വാമി, എന്തോ തിന്നാനൊന്നും ഇല്ലാത്തതുകൊണ്ട് വന്നതായിരിക്കും. പക്ഷെ ഇംഗ്ലീഷുകാർ സ്വാമി, ഇംഗ്ലീഷുകാർ ഒരു സ്വാമി, നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അവര് ഗീതയൊക്കെ ഭാഗവതമൊക്കെ പറയുമ്പോൾ ഭയങ്കര ബഹുമാനത്തോടുകൂടി കേൾക്കും. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള സ്വാമിമാർ പറഞ്ഞാൽ ഒരു വിലയും കാണത്തില്ല. അതിൽ ഇതൊക്കെ മനസ്സിലാക്കി, സൈക്കോളജി മനസ്സിലാക്കി, ഭഗവാനും പ്രഭുപാജിയും കൂടെ ഉള്ള പ്ലാനാണ് കൂടുതൽ ഭഗവാന്റെ പാർഷദരും വിദേശ രാജ്യങ്ങളിൽ ജനിക്കാണ്ട്. അതായത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു വന്നത്, എന്തോ പറയുന്നേ, പ്രഭുപാദ്ജി അന്നേരം അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇത്രയും വില കൂടിയ കാറിലൊക്കെ അങ്ങ് സഞ്ചരിക്കുന്നത് എങ്ങനെയാണ് ശരിയാവുന്നത്? ഇത് വെറും റബ്ബറിന്റെ സ്റ്റീലിന്റെ എന്തോ ഒരു സാധനമാണെന്ന് പറഞ്ഞു. അവിടെ ഗോലോകത്തെ സ്വർണത്തിന്റെ രഥത്തിലാണ് ഭഗവാൻ പോകുന്നത്, ഭക്തർ പോകുന്നതെന്ന് പറഞ്ഞു. അന്നേരം അത് വെറുതെ പറച്ചിലല്ല, പ്രഭുപാദ്ജി ആ ബോധത്തിലാണ് എപ്പോഴും ഇരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറയുന്നേ, നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കേണ്ടെന്നോ അല്ലെങ്കിൽ എന്തോ പറയുന്നത് നല്ല സുഖത്തോടുകൂടി ഒരു സൗകര്യത്തിൽ ഇരിക്കേണ്ട എന്നും അല്ല. വിരക്തി ഉള്ളിൽ നിന്നാണ് തോന്നേണ്ടത്. പുറമെ നമ്മളെല്ലാം ഉപേക്ഷിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ കാര്യമില്ല. പ്രഭുപാജി വില കൂടിയ ഡ്രസ്സ്, കാവ്യാണ്, പക്ഷെ നല്ല വില കൂടിയ സിൽക്കിന്റെ വസ്ത്രം ഇടും, നല്ല കോടിക്കണക്കിന് ചെലവുള്ള വാച്ചും ഇടും. പക്ഷെ ഇത്രത്തോളം വിരക്തനായിട്ട് വേറൊരാളെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് പോയിന്റ്. എന്ത് ഉപയോഗിക്കുന്നു, എന്ത് ഉപയോഗിക്കുന്നില്ല എന്നല്ല, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു, എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രഭുപാജി ഉള്ള സമയത്ത് 108 സെന്റേഴ്സ് ലോകമെമ്പാടും ഉണ്ട്. പക്ഷെ ഒരു സ്ഥലത്ത് പോലും പ്രഭുപാജി അധികം ദിവസം നിൽക്കാറില്ല. എല്ലാ സെന്റേഴ്സിലും പ്രഭുപാജിക്ക് വലിയ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൂമാണ് പ്രഭുപാജിക്ക് വേണ്ടി
റെഡിയാക്കിയത്. ഇപ്പോൾ നമ്മൾ വൃന്ദാവനത്തിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രഭുപാജിയുടെ ക്വാർട്ടേഴ്സ്, പ്രഭുപാജി കിടന്ന മുറിയൊക്കെ ബോംബെയിലും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല എന്തോ ഒരു രാജാവ് ഇരിക്കുന്ന പോലെ തോന്നും നമുക്ക്. മനസ്സിലായില്ലേ? അന്നേരം അതൊന്നും വേണ്ട എന്നല്ല, പ്രഭുപാജിക്ക് അത് വേണമെന്നുമില്ല വേണ്ടെന്നുമില്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. പ്രഭുപാജി ഇത്രയും സഹിച്ച് അവിടെ പോയത് സുഖസൗകര്യത്തിൽ ഇരിക്കാൻ വേണ്ടിയല്ല, കൃഷ്ണഭക്തിയിൽ എല്ലാവരും കൊണ്ടുവരാൻ വേണ്ടിയാണ്. അന്നേരം ഭഗവാനെ കുറിച്ച് പറഞ്ഞു നൽകുന്ന സമയത്ത് ശിഷ്യർക്ക് ഗുരുവിനോട് ഒരു കൃതജ്ഞത വരും. അന്നേരം ആ ഗുരുവിന്റെ സേവനം ചെയ്യണം എന്നുള്ളൊരു ആത്മാർത്ഥത ഉള്ളിൽ ഇങ്ങനെ വർദ്ധിച്ചു വരും. കാരണം എന്താ, ഭഗവാനുമായിട്ടുള്ള ഒരു എൻട്രി പോയിന്റ് ആണ് അവിടെ. അതുകൊണ്ട് ഗുരുവിന്റെ നിർദ്ദേശങ്ങളെ ഒരിക്കലും നിസ്സാരമായിട്ട് കാണത്തില്ല, വളരെ സീരിയസ് ആയിട്ട് കാണും. അന്നേരം അങ്ങനെ സീരിയസ് ആയിട്ട് കാണുമ്പോൾ എന്ത് പറ്റും, ഭഗവാന്റെ അനുഗ്രഹം കിട്ടും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഗുരുവിന്റെ പൂജ ചെയ്യുമ്പോഴോ ഗുരുവിന്റെ സേവനം ചെയ്യുമ്പോഴോ ശിഷ്യരെന്താ ചെയ്യുന്നത്, ഇത് ഭഗവാന്റെ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. അന്നേരം ഗുരു എന്താ ചിന്തിക്കുന്നത്, ഞാൻ ഭഗവാനായി അല്ലേ, കൃഷ്ണന്റെ കലിയുഗത്തിലെ അവതാരമാണ് ഭക്തി സുദർശൻ സ്വാമി. ഇങ്ങനെയാണ് എല്ലാ സ്വാമിമാർക്കും അബദ്ധം വരുന്നത്. ആദ്യം വിരക്തിയിൽ പോവും, വിരക്തിയിൽ പോയതിനു ശേഷം ശിഷ്യർ കൂടുന്നതിനനുസരിച്ച് എന്തോ ഒരു അഹങ്കാരം ഇങ്ങോട്ട് കൂടും. അഹങ്കാരം കൂടുമ്പോഴത്തേക്ക് മായാരി ഉള്ളിൽ നിന്ന് പറയും, നിനക്കൊരു കാര്യം അറിയോ, എന്തുവാ, നീ തന്നെയാണ് ഭഗവാൻ. പൗണ്ഡ്രക വാസുദേവനെ ഒരു 10-20 പേര് ഭഗവാൻ 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 എന്ന് പറഞ്ഞ ഭക്തി സുദർശൻ സ്വാമി ഭഗവാൻ കി ജയ് പറഞ്ഞാൽ മതി, അറിയാതെ വിശ്വസിച്ചു. അവിടെയാണ് അബദ്ധം പറ്റുന്നത്. മനസ്സിലായില്ലേ? ഭഗവാനെ പ്രതിനിധീകരിക്കുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് വേർഡാണ്. ഗുരു ഒരിക്കലും ഭഗവാനല്ല. ഭഗവാനും ഗുരു എന്ന് പറയുന്നത് ഭഗവാന്റെ ദാസനുമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ ഉള്ളിലിങ്ങ് ഉറയ്ക്കണം എന്നുള്ളതാണ്. അന്നേരം ഒരു ശിഷ്യരെന്ന് പറഞ്ഞാൽ ഗുരുവിനെ ഭഗവാന് തത്തുല്യമായിട്ട് ബഹുമാനിക്കണം. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ കുറിച്ചുള്ള അറിവുകൾ നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ഗുരു ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല, ഞാൻ വലിയ സംഭവം ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എപ്പോഴും ഓരോ ദാസ്യഭാവത്തിലിരിക്കണം. എന്തിനാണ്? അതും നമ്മുടെ ഗുരുവിന് വേണ്ടി നമ്മൾ ഈ ഒരു സേവനങ്ങൾ സ്വീകരിക്കുന്നു. ആ ഒരു ഭാവത്തിലാണ് ഗുരു എപ്പോഴും ഇരിക്കേണ്ടത്. അന്നേരം പ്രഭുപാദി ഇതെല്ലാം സ്വീകരിച്ചിരുന്നു എങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന്റെ ഗുരുവിനെ ഒരിക്കലും വിസ്മരിച്ചില്ല. അന്നേരം പ്രഭുപാദ്ജി ഇതെല്ലാം സ്വീകരിച്ചിരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഗുരുവിനെ ഒരിക്കലും മറന്നിട്ടില്ല. ഹരേ കൃഷ്ണ. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രഭുപാദ്ജി ഇതെല്ലാം സ്വീകരിച്ചിരുന്നപ്പോഴും പ്രഭുപാദ്ജി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പരിപൂർണ വിരക്തിയിലാണ്. അതുകൊണ്ട് യഥാർത്ഥ വിരക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ സേവനത്തിന് വേണ്ടി എന്തും സ്വീകരിക്കാം. കൃഷ്ണന്റെ സേവനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒന്നിനോടും താല്പര്യമില്ല. അതാണ് യഥാർത്ഥ വിരക്തി. ഇപ്പോൾ കൃഷ്ണന്റെ സേവനത്തിന്, ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകണം, അന്നേരം നമുക്കൊരു നല്ലൊരു വാഹനം കിട്ടി. അന്നേരം പറയും, ഇതൊക്കെ മായയാണ്, ഈ AC കാറിനകത്തൊക്കെ ഇരുന്നിട്ട് പോകുന്നത് അതൊക്കെ മായയാണ്, നമുക്ക് നടന്നു തന്നെ പോവാം. തെറ്റില്ല, ഒരു വിരക്തിയിലിരിക്കുന്ന വ്യക്തിക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഒരു AC കാറിൽ പോയി കഴിഞ്ഞാൽ അത്രത്തോളം എനർജി നമുക്ക് സേവ് ചെയ്യാം. അന്നേരം ഒരു ഗുരു ശരീരത്തെ പോലും ഒരു വാഹനമായിട്ടാണ് കാണുന്നത്. അന്നേരം അവർ എത്രത്തോളം വിരക്തരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല, ഒരു പുറമേയുള്ള വിരക്തിയല്ല അവർ കാണിക്കുന്നത്. അവരുടെ വിരക്തി എന്ന് പറഞ്ഞ യഥാർത്ഥ വിരക്തിയാണ്. അവർ ആ വാഹനത്തിൻ്റെ ശരീരത്തെ പോലും വാഹനമായി കണ്ടുകൊണ്ട് ശരീരത്തിൻ്റെ എനർജി സേവ് ചെയ്യാൻ നോക്കുവാണ്. എങ്ങനെ? കൂടുതൽ ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി. അന്നേരം ആ ഒരു തത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ബ്രഹ്മദേവനും 4 കുമാരന്മാരുമായിട്ടുള്ള സംവാദത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ ഗൃഹസ്ഥ ജീവിതത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വിരക്തിയിലിരിക്കുന്ന ഭക്തരിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളണം. എപ്പോഴും ഓർക്കണം, ഇവർ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ, നമുക്ക് ഇതേപോലെ ആകണം എന്നൊരാഗ്രഹമെങ്കിലും വേണം. അല്ല നമ്മൾ ചിന്തിക്കരുത്, നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ, ഇവരൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തവർ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ
നമ്മൾ ആ വഴിയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കാറുമില്ല. അത് തെറ്റാണ്. ഇത് ചിലവർ പറയുന്ന ഇതൊക്കെ ചുമ്മാ നാടകമാണ്, ഇതൊക്കെ ചുമ്മാ വെറുതെയാണ്, ഇവരൊന്നും ശരിയല്ല, എല്ലാം കള്ളന്മാരാണ്. ഇതും തെറ്റാണ്. നമ്മൾ അങ്ങനെയല്ല. അങ്ങനെയുള്ള ഞാൻ പറയുന്നത്, ഒരു വ്യക്തി ഒരു കാവ്യ വസ്ത്രം ഇടുകയാണെന്നിരിക്കട്ടെ, ആ വ്യക്തി തീർച്ചയായിട്ടും നമ്മൾ ബഹുമാനിക്കണം. കാരണം നമ്മൾ എത്രയോ വേറെ വസ്ത്രങ്ങൾ ഇട്ടുമ്പോഴാണ് ആ വ്യക്തി ഇനി വേറെ ഒരു വസ്ത്രവും വേണ്ട, കാവ്യം മതി എന്നൊരു തീരുമാനം എടുക്കുന്നത് അതൊരു വലിയ കാര്യമല്ലേ? അത് തന്നെ വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കണം. എന്തിൻ്റെ പേരിൽ? ആ ഒരു വസ്ത്രം ഇട്ടതിൻ്റെ പേരിൽ പോലും നമ്മൾ ബഹുമാനിക്കണം. ഇനി ആ വ്യക്തി ഭക്തനാണ്, ഭഗവാന് വേണ്ടി സേവനം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പിന്നെ എന്തുവാ പിന്നെ പറയണ്ടേ? എന്താ നമ്മൾ എന്തുമാത്രം ബഹുമാനിക്കണം നമ്മൾ ചിന്തിക്കണം, അല്ലേ? അന്നേരം ഗൃഹസ്ഥ ഭക്തർ എപ്പോഴും വിരക്തിയിലിരിക്കുന്ന ബ്രഹ്മചാരികളിൽ നിന്നും സന്യാസിമാരിൽ നിന്നും ബാബാജിമാരിൽ നിന്നും ഒക്കെ അവരിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കണം. പക്ഷെ വിരക്തിയിലിരിക്കുന്ന ഭക്തരോ ഒരിക്കലും ചിന്തിക്കുന്നത് നമ്മൾ ഒരുപാട് ഉയരത്തിലാണ്. നമ്മൾ എന്തിനായിരിക്കണം? ഭഗവാന്റെ സേവനത്തിന് വേണ്ടി എല്ലാം സ്വീകരിക്കാം, പക്ഷെ ഭഗവാന് വേണ്ടി അല്ലെങ്കിൽ ഒന്നും സ്വീകരിക്കാം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതാണ് ഇന്നത്തെ ഭാഗവത്തിൽ നിന്ന് പഠിച്ചത്. ഇന്ന് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി നമുക്കൊരു കീർത്തനം പാടിയിട്ട് നമുക്ക് അടുത്ത സത്സംഗത്തിലേക്ക് കിടക്കാം. ഹരേ കൃഷ്ണ. ഇന്നും നാളെയായിട്ട് കുറച്ച് ഭക്തർ വൃന്ദാവനത്തിൽ എത്തുന്നുണ്ട് കേട്ടോ. ഇടയ്ക്ക് എന്തെങ്കിലും ലൈവിൻ്റെ ടൈമിങ്സ് മാറിയാൽ വിഷമിക്കരുത്. കുറഞ്ഞ പക്ഷം ദിവസത്തിൽ ഒരു സമയത്തെങ്കിലും നമുക്ക് ലൈവിൽ വരാൻ ശ്രമിക്കാം കേട്ടോ. തീർച്ചയായിട്ടും ചിലപ്പോൾ രാവിലെ ഭക്തരെയും കൊണ്ട് ഇവിടെ ഭഗവാന്റെ തീർത്ഥസ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി പോവുകയായിരിക്കും. അപ്പോൾ രാവിലെ ചിലപ്പോൾ ലൈവ് കാണാൻ സാധ്യത കുറവാണ്, പ്രത്യേകിച്ച് മറ്റന്നാൾ മുതൽ. നാളെ എന്തായാലും ഉണ്ട് കേട്ടോ. ഇനി അഥവാ രാവിലത്തെ ലൈവ് ഇല്ലെങ്കിൽ ഉച്ചയ്ക്കോ വൈകുന്നേരത്തോ എപ്പോഴെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും കാണാം. ഇനി നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാംപ്രഭുവിൻ്റെയും കാരുണ്യത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ആ കീർത്തനം പാടി നമുക്ക് ഇന്നത്തെ സത്സംഗം നിർത്താം. പരമ കരുണ ബഹുദോയി ജന നിതായി ഗൗരചന്ദ്ര. പരമ കരുണ ബഹുദോയി ജന നിതായി ഗൗരചന്ദ്ര. सब अवतारा सारा शिरोमणि केवल आनंद कंद. सब अवतारा सारा शिरोमणि केवल आनंद कंद. परम करुणा पदुई जना निताई गौरचंद्र. सब अवतारा परम करुणा पदुई जना निताई गौरचंद्र. सब अवतारा सब अवतारा सारा शिरोमणि केवल आनंद कंद. सब अवतारा सारा शिरोमणि केवल आनंद कंद. भजो भजो भाई चैतन्य निताई सुदृढ़ विश्वास कोरी. भजो भजो भाई चैतन्य निताई सुदृढ़ विश्वास कोरी. विषय छाड़िया शेर से मजिया मुखे बोलो हरि हरि. विषय छाड़िया शेर से मजिया मुखे बोलो हरि हरि. ഇതിൻ്റെ അർത്ഥം വളരെ മനോഹരമാണ്. എന്താണ്? പരമകരുണ. കാരുണ്യം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാരുണ്യം നൽകുന്നത് ആരാണ്? രണ്ട് വ്യക്തികളാണ്. ബഹു ദ്വിജന. ആര്?
നിതായി ഗൗരചന്ദ്ര. നിത്യാനന്ദ പ്രഭുവും ചൈതന്യ മഹാപ്രഭുവും കാരുണ്യം നൽകുന്നവരിൽ വെച്ച് ഏറ്റവും കൂടുതൽ കാരുണ്യം നൽകുന്ന രണ്ട് വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. എന്താണ് അവർ നൽകുന്ന കാരുണ്യം? സബാവതാര സാരശിരോമണി. ഇതുവരെ ഭഗവാന്റെ വന്ന അവതാരങ്ങളിൽ വെച്ച് അതിൻ്റെ ശിരവും രത്നമാണ് ഇവരെന്ന് പറയുന്നത്. പല അവതാരങ്ങളും ഭഗവാന്റെ വന്നിട്ടുണ്ട്, പക്ഷെ ഇത്രയും ടോപ്പായിട്ട് അവതാരം വേറെ ഇല്ലെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? ഇതുവരെ വന്ന അവതാരങ്ങളെല്ലാം ദുഷ്ടന്മാരെ കൊല്ലുകയായിരുന്നു ചെയ്യുന്നത്. പക്ഷെ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ കൊല്ലുകയല്ല ചെയ്യുന്നത്, അവരെ ഉദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാൻ കൊല്ലുന്ന സമയത്ത് അവർക്ക് മോക്ഷം കിട്ടും, അത് വേറെ കാര്യം. പക്ഷേ ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ കൃഷ്ണപ്രേമം കൊടുക്കുകയാണ്, ഡയറക്റ്റ് ഗോലോകം. ഈ ഒരു കാരുണ്യം ഇതിനു മുമ്പേ ഒരു അവതാരം കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് പരമ കരുണ ബഹുദോയി ജന നിതായി ഗൗരചന്ദ്ര സബ് അവതാര സാരശിരോമണി. എല്ലാ അവതാരങ്ങളുടെയും ശിരോമണിയാണ് ഈ രണ്ട് അവതാരങ്ങൾ. പിന്നെന്താണ്? എന്തുകൊണ്ട്? കേവല ആനന്ദ ഖണ്ഡ. ആനന്ദം മാത്രമേ ഉള്ളൂ ഈ അവതാരങ്ങൾ. ഈ രണ്ടുപേരും ആനന്ദം മാത്രമേ എല്ലാവർക്കും നൽകുന്നുള്ളൂ. ആരെയും കൊല്ലുന്നില്ല, എല്ലാവർക്കും ആനന്ദം വിതറി കൊടുക്കുകയാണ്. അത് നമ്മളെന്താ ഇനി നമുക്ക് മനസ്സിലായി ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ ആണ് പരമകാരുണ്യം നൽകുന്നത്. ഇനി ആ കാരുണ്യം എങ്ങനെയാണ് ലഭിക്കേണ്ടത്? അതാണ് അടുത്ത വഴി ശ്ലോകത്തിൽ പറയുന്നത്. ഭജോ ഭജോ ഭായി. ഓ സഹോദര സഹോദരി, എന്താ ചെയ്യേണ്ടത്? ഭജോ ഭജോ, ഭജിക്കൂ. എന്താ ചെയ്യേണ്ടത്? ചൈതന്യ നീതായി. ചൈതന്യ മഹാപ്രഭു की जय, नित्यानंद प्रभु की जय, गौर निताई की जय, निताय गौर चंद्र की जय. ചൈതന്യ മഹാപ്രഭുവിന്റെ നാമം ജപിക്കൂ, നിത്യാനന്ദ പ്രഭുവിന്റെ നാമം ജപിക്കൂ. സുദൃഢ വിശ്വാസ കോരി. ഉറച്ചു വിശ്വസിക്കൂ, ഉറച്ചു വിശ്വസിക്കൂ. ചൈതന്യ മഹാപ്രഭുവിന്റെ നിത്യാനന്ദ പ്രഭുവിന്റെ കാരുണ്യത്തെ ആശ്രയിച്ചുകൊണ്ട് ഉറച്ചു വിശ്വസിക്കൂ. എന്നിട്ട് ജയ് നിതായ്, ജയ് ഗൗര, ജയ് ഗൗർ നിതായ്. അങ്ങനെ നിത്യാനന്ദ പ്രഭുവിന്റെയും ചൈതന്യ മഹാപ്രഭുവിന്റെയും കാരുണ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ നാമം ജപിക്കൂ. എന്നിട്ട് എന്താ? അത് ജപിച്ചാൽ മാത്രം മതിയോ? പോരാ. ജപിക്കുന്നതിനോടൊപ്പം വേറൊരു കാര്യം കൂടെ ചെയ്യണം. എന്താണ്? വിഷയ ഛാടിയ. വിഷയങ്ങൾ വിടുക. വിഷയ വിടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയ വിഷയങ്ങൾ. കണ്ണിന് കാണാൻ പല ആഗ്രഹങ്ങളുണ്ട്, അതിനെയൊക്കെ ഉപേക്ഷിക്കുക. കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യം ഈ കണ്ണു വെച്ച് കാണരുത്. കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യം ചെവി വെച്ച് കേൾക്കരുത്. കൃഷ്ണനുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യവും നമ്മുടെ ഒരു ഇന്ദ്രിയങ്ങൾ വെച്ചും ചെയ്യരുത്. അതാണ് വിഷയ ഛാടിയ. അന്നേരം ഉടനെ നമ്മൾ പിന്നെ ഒരു ലൈഫിൽ ഒരു എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? അന്നേരമാണ് ഇവിടെ പറയുന്നത് ആ എന്റർടൈൻമെന്റ് വേണ്ട, വേറെ എന്റർടൈൻമെന്റ് ഉണ്ട്. എന്താണ്? സേരസേമജീയ. എന്താണ്? വേറൊരു രസം നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നുണ്ട്. എന്താണ്? മുഖേ ബോലോ ഹരി ഹരി. ഹരിനാമം ജപിക്കൂ. ഹരിയുടെ നാമം ചൈതന്യ മഹാപ്രഭുവിന്റെയും നിത്യാനന്ദ പ്രഭുവിന്റെയും കാരുണ്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് ഹരിനാമം ജപിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ആസ്വാദനവും ഹൃദയത്തിൽ കിട്ടും. നിങ്ങൾ ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത പല കാര്യങ്ങളും കാണാൻ ആഗ്രഹിക്കുന്നു, അത് നിങ്ങളുടെ ഹൃദയത്തെ തൃപ്തിപ്പെടുത്തത്തില്ല. ഭഗവാനുമായിട്ട് ബന്ധപ്പെടാത്ത പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ സ്തുതി അതൊക്കെ. പക്ഷെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു, അതൊന്നും ഹൃദയത്തെ തൃപ്തിപ്പെടുത്തത്തില്ല. നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് ഹരിയുടെ നാമം മാത്രമാണ്. അതുകൊണ്ട് ഭജോ ഭജോ ഭായി ചൈതന്യ നീതായി സുദൃഢ വിശ്വാസ കോരി. അന്നേരം നമുക്ക് തോന്നും, അയ്യോ അതങ്ങനെ നമുക്ക് ഇതുവരെ അനുഭവപ്പെട്ടു. വിശ്വസിക്കൂ, വിശ്വസിച്ച് ജപിക്കൂ, എല്ലാം ശരിയാവും. വിഷയങ്ങളെ വിടൂ, വിഷയങ്ങളെ വിട്ടിട്ട് ജപിക്കൂ, അന്നേരം ജപം കറക്റ്റാവും. ഇന്ദ്രിയ ആസ്വാദനത്തിലുള്ള താല്പര്യം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് കൊണ്ട് ആ ഇന്ദ്രിയ ആസ്വാദനത്തിനെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് നാമജപത്തിൽ ആസ്വാദനം കിട്ടത്തില്ല. താഴ്ന്ന രുചികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉയർന്ന രുചി കിട്ടത്തില്ല. താഴ്ന്ന രുചികളെ വിടണം, താഴ്ന്ന ആസ്വാദനത്തിനെ വിടണം. എന്നിട്ട് യഥാർത്ഥ ആസ്വാദനത്തിനെ അന്വേഷിക്കണം. അപ്പോൾ യഥാർത്ഥ ആസ്വാദനം കിട്ടും. ഇതിനെക്കുറിച്ച് ഉദാഹരണം പറയുന്ന ആചാര്യന്മാർ, ചന്ദ്രന്റെ പ്രതിബിംബം നമ്മൾ നദിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു.
അന്നേരം പ്രതിബിംബത്തെ കാണുമ്പോൾ യഥാർത്ഥ ചന്ദ്രനാണെന്ന് നോക്കി നമ്മളിങ്ങനെ ചന്ദ്രൻ അല്ലേ, ഇതല്ല ചന്ദ്രൻ, മുകളിലാണ് ചന്ദ്രൻ. അന്നേരം ഒരാൾ വന്നിട്ട് പറയും ഇതല്ല ചന്ദ്രൻ, മുകളിലോട്ട് നോക്കൂ. അയ്യോ അല്ലല്ല ഇതാണ് ചന്ദ്രൻ. നമ്മൾ മുകളിൽ നോക്കാനേ തയ്യാറല്ല. ഇതാണ് ചന്ദ്രൻ, അല്ലല്ല മുകളിലോട്ട് നോക്കൂ. അന്നേരം നോക്കുന്ന സമയത്ത് ഈ പ്രതിബിംബം നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷെ മുകളിലോട്ട് നോക്കുന്നതിനനുസരിച്ച് ആ നിലാവ് നമ്മളെ അടിച്ചുകൊണ്ടിരിക്കും, യഥാർത്ഥ ചന്ദ്രനെ നമ്മൾ കാണും. അന്നേരം ഇപ്പോൾ ഭഗവാന്റെ ആ പ്രേമത്തിന്റെ പ്രതിബിംബമാകുന്ന ആസ്വാദനമാണ് ഇന്ദ്രിയ തൃപ്തിയിലൂടെ നമുക്ക് ഇവിടെ ലഭിക്കുന്നത്. അന്നേരം ഇതിനോട് വേണ്ട എന്ന് പറയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ ആസ്വാദനത്തിലേക്ക് പോകാൻ കഴിയുന്നത്. അതിനെയാണ് തപസ്യ എന്ന് പറയുന്നത്. അതായത് ചന്ദ്രന്റെ പ്രതിബിംബം കണ്ടുകൊണ്ടിരിക്കുന്നു, അത് കാണുന്നത് നിർത്തിയിട്ട് മുകളിലോട്ട് നോക്കുക. അന്നേരം അതിൻ്റെ ഇടയിൽ ചന്ദ്രനെ കാണാൻ പറ്റില്ല, പ്രതിബിംബവും കാണത്തില്ല. ആ ഒരു ഗ്യാപ്പ് അത്രയേ ഉള്ളൂ നാമജപത്തിൽ താല്പര്യം ഇല്ലാത്തത്. നമുക്കിപ്പോൾ എന്താ പ്രശ്നം? നമുക്ക് ഇന്ദ്രിയ ആസ്വാദനത്തിൽ ഒരു ആസ്വാദനം കിട്ടുന്നുണ്ട്, നാമജപത്തിൽ ആസ്വാദനം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? ഇന്ദ്രിയ ആസ്വാദനം പൂർണ്ണമായിട്ട് നമ്മൾ വിട്ടിട്ടില്ല, ഇന്ദ്രിയ ആസ്വാദനത്തിലുള്ള അഭിമാനിച്ച വിട്ടിട്ടില്ല. അതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ട് ജപിക്കുമ്പോൾ ഹൃദയത്തിൽ ഇന്ദ്രിയ ആസ്വാദനത്തിനോട് ഒരു താല്പര്യം ഇല്ലാതിരിക്കുമ്പോഴാണ് യഥാർത്ഥ ജപം വരുന്നത്. പക്ഷേ പ്രതിബിംബത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു, പ്രതിബിംബത്തെ കാണുന്നത് നിർത്തുമ്പോൾ നമുക്ക് പ്രതിബിംബത്തെ കാണാൻ കഴിയില്ല. അന്നേരം ഇന്ദ്രിയ ആസ്വാദനത്തിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ടുള്ള ഒരു ബോധം നമുക്ക് തോന്നും, അല്ലെങ്കിൽ ഒരു അനുഭൂതി തോന്നും. അന്നേരം നമുക്കൊരു ഫ്രസ്ട്രേഷൻ തോന്നും, ഒരു എൻജോയ്മെൻ്റ് ഒന്നും ഇല്ലല്ലോ, ഒരു ആസ്വാദനം ഇല്ലല്ലോ എന്ന് തോന്നും. പക്ഷേ ആ ചന്ദ്രനെ കണ്ടു കഴിയുമ്പോൾ പ്രതിബിംബത്തെക്കാട്ടിയും സൗന്ദര്യമാണ് യഥാർത്ഥ ചന്ദ്രൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഈ താഴ്ന്ന ആസ്വാദനത്തിനെക്കാട്ടിയും ഉയർന്ന ആസ്വാദനം, അതാണ് കൃഷ്ണഭക്തിയുടെ ആസ്വാദനം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരിക്കൽ പ്രഭുപാദജി ഇങ്ങനെ ബീച്ചിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അതീവ സുന്ദരിയായിട്ടുള്ളൊരു പെൺകുട്ടി അതിലേക്കൂടെ ഇങ്ങനെ ഓടിപ്പോന്നു. അന്നേരം കൂട്ടത്തിൽ കുറച്ച് ശിഷ്യരുണ്ടാകും, ചെറുപ്പക്കാരായിട്ടുള്ള ശിഷ്യരാണ്. അന്നേരം ഒരു ശിഷ്യനാണെങ്കിൽ ആ പെൺകുട്ടിയെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കി തിരിഞ്ഞത് പ്രഭുപാദജി ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. ആളാകപ്പെട്ട് എന്താ പ്രഭുപാദജി നോക്കി ആളാകെ തല കുനിച്ച്. അന്നേരം ഇത് പുതിയ ഭക്തനായിരുന്നു. അന്നേരം ഉടനെ പ്രഭുപാദജി പറഞ്ഞു, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ അല്ലേ, അവള് ഭയങ്കര സുന്ദരിയല്ലേ എന്ന് വെച്ചു. അന്നേരം ഉടനെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. അന്നേരം ജസ്റ്റ് ഇമാജിൻ ഹൗ ബ്യൂട്ടിഫുൾ ദ ക്രിയേറ്റർ മൈറ്റ് ബി. അന്നേരം സൃഷ്ടി ഇത്രയും സുന്ദരമാണെങ്കിൽ സൃഷ്ടിച്ച ആൾ എത്ര സുന്ദരനായിരിക്കും. ഭഗവാന്റെ ഒരു സൃഷ്ടി ഇത്രയും സുന്ദരമാണെങ്കിൽ ഇതിനെ സൃഷ്ടിച്ച ആൾ എത്ര സുന്ദരനായിരിക്കും എന്ന് ചിന്തിക്കാൻ പറഞ്ഞു. അതാണ് ഭക്തന്റെ നോട്ടം. മനസ്സിലായില്ലേ? അന്നേരം നമ്മൾ ഇന്ദ്രിയ ആസ്വാദനത്തിൽ മഗ്നരായിട്ടിരിക്കുമ്പോൾ ഭക്തരെന്ന് പറയുമ്പോൾ എല്ലാത്തിലും കൃഷ്ണനുമായിട്ട് ബന്ധമായിരിക്കും കാണുന്നത്. അവർക്ക് മറ്റൊന്നിനോടും ആകർഷണം തോന്നില്ല. പക്ഷെ അതിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ എന്താണ്? ഭജോ ഭജോ ഭായി ചൈതന്യ നീതായി സുദൃഢ വിശ്വാസ കുരി വിഷയ ഛാടിയ, വിഷയങ്ങളെല്ലാം വിടുക. സേരസേ മജിയ, സേരസേ മജി, ഏത് രസത്തിൽ ആസ്വാദനം കണ്ടെത്തണം? മുഖ്യ ബോലോ ഹരി ഹരി, നാവ് കൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിക്കൂ. ആ ജപത്തിൽ ആസ്വാദനം കണ്ടെത്തൂ, അപ്പോൾ എല്ലാം ശരിയാവും. ഇനി അടുത്തെന്താ പറയുന്നത്? ദേഖോ ഓരേ ഭായ്. അന്നേരം ഇതൊക്കെ ജപിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന് നിത്യാനന്ദപ്രഭുവിനെ ഇത്രയും വിശ്വസിക്കാൻ പറ്റും എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അവിടെ എന്താ പറയുക? ദേഖോ ഓരേ ഭായ്, സഹോദര സഹോദരി നോക്കൂ. ത്രിഭുവനേനായി, ത്രിഭുവനങ്ങളിലും വേറെ ആരും ഇല്ല. ആര്? യേമോന ദയാലുദാഥ, ഇത്രയും കാരുണ്യമുള്ള വേറെ വ്യക്തികളെ നിങ്ങൾക്ക് എങ്ങും കിട്ടത്തില്ല. ത്രിലോകങ്ങളിലും വേറെ ആരെയും നിങ്ങൾക്ക് കിട്ടത്തില്ല. സാക്ഷാൽ ഗുരുവായൂരപ്പൻ പോലും നിങ്ങളോട് ഇത്രയും കാരുണ്യം കാണിക്കത്തില്ല എന്നാണ് പറയുന്നത്. അന്നേരം ഗുരുവായൂരപ്പൻ ചൈതന്യ മഹാപ്രഭു വ്യത്യസ്തമുണ്ടോ? ഇല്ല, ഒരേ ആളാണ്. പക്ഷെ രണ്ട് വ്യത്യസ്ത ഭാവത്തിലാണ് ഇരിക്കുന്നത്. അന്നേരം ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനെ പോലെ കാരുണ്യം ശ്രീകൃഷ്ണ ഭഗവാന് പോലും നിങ്ങളോട് ചെയ്യാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ദേഖോ ഓരേ ഭായ്
ത്രിഭുവനേനായി യമോന ദയാൽ ദാത. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ഈ ഭക്തി പ്രസ്ഥാനത്തിൽ വരുന്നതിന് മുമ്പേ എത്രയോ വർഷം ഗുരുവായൂരിലൊക്കെ പോയിട്ടുണ്ട് അല്ലേ? ഗുരുവായൂരപ്പനെ ഇഷ്ടമൊക്കെയാണ് നമുക്ക്. എൻ്റെ ഹൃദയമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ്റെ സേവനമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, അതേ ഗുരുവായൂരപ്പൻ ചൈതന്യ മഹാപ്രഭുവിൻ്റെ രൂപത്തിൽ വന്ന ആ പരമ്പരയിലൂടെയാണ് നമുക്ക് ഇത്രയും അറിവുകൾ ലഭിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം നമുക്ക് യഥാർത്ഥത്തിൽ കാരുണ്യം നൽകുന്നത് ചൈതന്യ മഹാപ്രഭു നിത്യാംപ്രഭുവാണെന്ന് നമ്മൾ മറന്നു പോകരുത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാംപ്രഭുവിൻ്റെയും നാമം ജപിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയും പുരോഗമിക്കാൻ കഴിയുന്ന ഭക്തിയിൽ. അല്ലെങ്കിൽ ഇതിനു മുമ്പേ നമ്മൾ എത്രയോ പ്രാവശ്യം ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചിരിക്കുന്നു. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഒന്നുമില്ല. ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാംപ്രഭുവിൻ്റെയും കാരുണ്യം കൊണ്ട് മാത്രമാണ് വർഷങ്ങളായിട്ട് നിർമാല്യം തൊഴുന്ന ഭക്തരെക്കാട്ടിയും ഗുരുവായൂരപ്പൻ്റെ നേരിട്ട് പൂജ ചെയ്യുന്ന വ്യക്തികളെക്കാട്ടിയും കുറച്ചെങ്കിലും നമുക്ക് കൂടുതൽ അനുഭൂതികൾ ഭഗവാന്റെ ഉള്ളിൽ ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യം. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ദേഖോ ഓരേ ഭായി ത്രിഭുവനേനായി യമോന ദയാൽ ദാത. അങ്ങനെ ഇവിടെ പറയുന്നു, എത്ര മനോഹരമായിട്ടുള്ള വരികളാണ്. പശു പഖി ജുരേ പാഷാണ വീതരേ സുനി ജൻര ഗുണഗാഥ. ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദ പ്രഭുവിൻ്റെയും പേരുകൾ കേട്ടാൽ, അവരുടെ ഗുണലീലകൾ കേട്ട് കഴിഞ്ഞാൽ മൃഗങ്ങളുടെ ഹൃദയം പോലും അലിയുമെന്നാണ് പറയുന്നത്. വൃക്ഷലതാദികൾ പോലും ഭക്തരായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അറിവോ? ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാംപ്രഭുവിൻ്റെയും പേരുകൾ കേട്ടാൽ മനുഷ്യർ മാത്രമല്ല, മൃഗങ്ങളും പക്ഷി ലതാദികൾ പോലും ഭക്തരായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കൂ, ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാംപ്രഭുവിൻ്റെയും നാമം ജപിക്കൂ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരവത്തുണ്ട്. ഹൃദയത്തോടുകൂടി ജപിക്കൂ. എന്നിട്ട് ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കൂ. ഉറപ്പായിട്ട് നമുക്ക് കാരുണ്യം ലഭിക്കും. നമ്മൾ അഹങ്കരിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും കാരുണ്യത്തിൻ്റെ ആവശ്യമില്ലല്ലോ. ഇനി അടുത്ത എന്താ പറയുന്നത്? സംസാരേ മജിയ റോഹിലി പോരിയ സെപദേ നഹിലോ ആശ. അന്നേരം ഈ ഭക്തൻ ആരാ? ലോചൻദാസ് ഠാക്കൂർ. അദ്ദേഹം നിത്യാംപ്രഭുവിൻ്റെ നിത്യപാർശ്വനാണ്. അന്നേരമാണ് ചൈതന്യ ഭാഗവത് എഴുതിയത്. അന്നേരം അദ്ദേഹം പറയുന്നു, എനിക്ക് അങ്ങയുടെ തൃപ്പാദത്തിലൊരു സ്മരണയില്ലല്ലോ ഭഗവാൻ. അതായത് നമുക്ക് വേണ്ടി പറയാം. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് അങ്ങയുടെ തൃപ്പാദ സേവ ചെയ്യാൻ ഒരു താല്പര്യം ഇല്ലല്ലോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പാന കർമ്മ ഭുഞ്ചിയായ ശമന കഹോയേ ലോചനദാസ. ഞാൻ അറിഞ്ഞു അറിയാതെയും ചെയ്തു കൂട്ടിയ പാപകർമ്മങ്ങളുടെ ദുരിതങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് എൻ്റെ സമയം വെറുതെ ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്തുകൊണ്ട്? നിത്യായി ഗൗർചന്ദറിൻ്റെ, ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാനന്ദപ്രഭുവിൻ്റെയും പാദസേവ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അവരുടെ നാമം ജപിക്കാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് എന്തു പറ്റുന്നു? കർമ്മ ദുരിതങ്ങളിൽപ്പെട്ട് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണോ അവരുടെ പാദത്തിൽ ഞാൻ സേവ ചെയ്യാൻ തയ്യാറാകുന്നത്, അവരുടെ നാമം ഹൃദയാംഗതമായിട്ട് ജപിക്കുന്നത്, അന്ന് തീരും നമ്മുടെ കർമ്മ ദുരിതങ്ങൾ. അന്ന് എല്ലാ കർമ്മ ദുരിതങ്ങളും തീരും. കൃഷ്ണപ്രേമം അധികം ദൂരെയല്ല. അന്നേരം ആരാണ് ലേറ്റാക്കുന്നത്? നമ്മളാണ് ലേറ്റാക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിൻ്റെയും നിത്യാംപ്രഭുവിൻ്റെയും തൃപ്പാദ സേവ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളിപ്പോഴും ദുരിതങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. കാരണം കലിയുഗത്തിലുള്ള എല്ലാ ജനങ്ങളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി വന്ന കാരുണ്യ അവതാരമാണ് ചൈതന്യ മഹാപ്രഭു നിത്യാംപ്രഭു. പരമ കരുണ ബഹുദോയി ജന നിതായി ഗൗരചന്ദ്ര സബവതാര സാര ശിരോമണി കേവല ആനന്ദ കണ്ഠ. പരമ കരുണ ബഹുദോയി ജന നിതായി ഗൗരചന്ദ്ര. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ
ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ गोलोक प्रेम दल हरिराम संकीर्तन की चैतन्य महाप्रभु की नित्यानंद प्रभु की श्री राधा किशोरी लाल की राधा मदन गोपाल जी की वृंदावन धाम की नवदीप धाम की पुरुषोत्तम क्षेत्र से जगन्नाथपुरी धाम की प्रभुपाद जी की जय गुरु महाराज की जय ഇനി നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാം മിക്കവാറും നാളെ രാവിലെ സത്സംഗം ഉണ്ടായിരിക്കും പിന്നെ അടുത്ത ദിവസത്തെ ഞാൻ അറിയിക്കാം കേട്ടോ എല്ലാവർക്കും ശ്രീമതി രാധാറാണിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ കൃഷ്ണ